വളരെ നല്ല രീതിയിൽ ചെയ്തു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അപ്പം ഇന്ന് ഞാൻ വീഡിയോയിൽ വരുന്നില്ല. പക്ഷേ മറിച്ചെന്ത് വെച്ചാൽ എനിക്കിന്ന് നമ്മുടെ ബിസിനസ് ക്ലബിന്റെ സെഷൻ ഉണ്ട്. അപ്പം കുറച്ചു നേരം ഞാൻ നിങ്ങളായിട്ടൊന്ന് ഇന്ററാക്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ? ഐ എം നോട്ട് ഇൻ വീഡിയോയിൽ ഞാൻ വരുന്നില്ല. നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. സോ ചില സമയങ്ങളിൽ എല്ലാ ദിവസവും നമ്മൾ വീഡിയോയിൽ വരാറുണ്ട്. പക്ഷേ ചില സമയങ്ങളിൽ ഞാനെന്ത് വെച്ചാൽ ഒരു റേഡിയോ ലെവലിൽ എക്സ്പീരിയൻസ് ആയിട്ട് നിങ്ങൾ കരുതിയാൽ മതി. ഓക്കെ, സോ എന്താണ് എനിക്കിപ്പോൾ പറയാനുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാനിങ്ങനെ ഒരു 4 മണിക്ക് എണീറ്റിട്ട് ഞാനിങ്ങനെ ഉറങ്ങി നമ്മളെല്ലാവരും ഉറങ്ങുന്ന 4 മണിക്ക് എണീറ്റതിന് ശേഷം ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ മൈൻഡിലേക്ക് ഇങ്ങനെ വല്ലാണ്ട് കുറേ തോട്ട്സ് ഇങ്ങനെ വന്നു, കുറേ സ്വപ്നങ്ങൾ കണ്ടു. അതിന് ബേസ് ചെയ്തിട്ട് കുറേ തോട്ട്സ് വന്ന് ഞാൻ എന്ത് ചെയ്തു, ഇരുന്ന് എഴുതാൻ തുടങ്ങി. ആൻഡ് ദെൻ ഞാൻ ഒന്ന് രണ്ട് ഒരു ബുക്ക് ഉണ്ടായിരുന്നു, അടിപൊളി ബുക്കാണ്, ഒരു ട്രെയിനർ ആവാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ബുക്ക്. അപ്പോൾ ഈ ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഈ ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിൽ നിന്ന് കിട്ടിയ ഐഡിയാസ് ഒക്കെ ഒരു പേപ്പറിലേക്ക് എഴുതി. എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു ചെറിയൊരു മെസ്സേജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ ആരെങ്കിലും നല്ല ട്രെയിനർ ആവണം, കോച്ച് ആവണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരുണ്ടോ? ഓക്കെ, അല്ലെങ്കിൽ ഒരു ഹീലർ ആവണം, ഒരു തെറാപ്പിസ്റ്റ് ആവണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടോ? ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്താ വെച്ചാൽ നിങ്ങൾ അതിൻ്റെ ഒരു കാരണം കണ്ടെത്തണം. വൈ യു വാണ്ട് ടു ബിക്കം, നിങ്ങൾ എന്തുകൊണ്ട് അതായി തീരണം എന്നുള്ളത്. ഒരിക്കലും ഒരു ട്രെയിനറോ ഒരു കോച്ചോ അല്ലെങ്കിൽ ഒരു ആരും ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, നമ്മളൊരിക്കലും നമ്മളാവേണ്ടത് നമുക്കെന്ത് ലഭിക്കും, അല്ലെങ്കിൽ നമുക്ക് എന്തായി തീരാൻ പറ്റും, നമുക്ക് സെൻറ്റർ ഓഫ് അട്രാക്ഷൻ കിട്ടും, അല്ലെങ്കിൽ എല്ലാവരും ഒരുപാട് പേരുടെ ലൈഫിൽ നമ്മൾ വലിയ എന്തോ ഒരു പേഴ്സണാലിറ്റി ആയിട്ട് മാറും എന്നുള്ളതിന് പുറത്താവരുത്. മറിച്ച് why you should become a coach means you should help other people to transform. മറ്റുള്ള ആൾക്കാരെ ട്രാൻസ്ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കണം. ഓക്കെ, സോ അത് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ ജോലി ചെയ്യുക, മറ്റുള്ളവരുടെ ലൈഫ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്തിനാണ്? അതായിരിക്കണം ബിഗർ പർപ്പസ്. അപ്പോൾ ഞാൻ ഈ ബുക്ക് വായിച്ചപ്പോൾ അതായിരുന്നു എനിക്ക് പോയിന്റ് കിട്ടിയത്. അപ്പോൾ ഞാൻ നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം, നിങ്ങൾ എല്ലാ ദിവസവും രാവിലെ കഴിയുന്നത് നേരത്തെ എണീറ്റിട്ട് എന്ത് ചെയ്യുക, ഇടയ്ക്ക് നിങ്ങൾ ഇതേപോലുള്ള നല്ല പുസ്തകങ്ങളും സംഗതികളൊക്കെ വായിക്കുക. എന്നിട്ട് ആലോചിച്ചൊരു നിമിഷം നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, യു ഹാവ് ടു ടേക്ക് നോട്ട്സ്. ഞാൻ എന്ത് ചെയ്യണം, ഈ ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഞാൻ എന്ത് ചെയ്യാൻ, നോട്ട് ചെയ്തെടുക്കാൻ തുടങ്ങി. അങ്ങനെ നോട്ട് ചെയ്തെടുക്കാൻ തുടങ്ങി. ഒരു ഐഡിയ അതിൽ എഴുതി, രണ്ടാമത്തെ ഐഡിയയിൽ എഴുതി. ഓരോ ഐഡിയാസും നമ്മൾ എന്ത് ചെയ്യണം, ഇത്തരത്തിലുള്ള ലൈഫ് ചേഞ്ച് ചെയ്യാൻ സാധ്യതയുള്ള എല്ലാ ഐഡിയാസും നമ്മൾ മാറ്റി എഴുതി വെക്കണം. അങ്ങനെ എഴുതി വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനുള്ളിലേക്ക് വീണ്ടും കടന്നു ചെല്ലും, നമ്മളെ അത് ഹെൽപ്പ് ചെയ്യും. സോ യൂട്ടിലൈസ് ദാറ്റ്. നിങ്ങളെല്ലാവരും എന്ത് ചെയ്യുക, അത് അത്തരത്തിലുള്ള ഓപ്പർച്യൂണിറ്റി ഒന്ന് ഉപയോഗിക്കുക. നിങ്ങളൊരു നോട്ട് പാഡും പേനയും നിങ്ങൾ കരുതി വെക്കുക. നിങ്ങളുടെ കിട്ടുന്ന ഇൻസൈറ്റ്സുകൾ, നിങ്ങൾക്ക് തോന്നുന്ന നല്ല ഐഡിയാസ്, നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്യാൻ സാധ്യതയുള്ള ഐഡിയാസ് എവിടെ നിന്നാണോ കിട്ടുന്നത് അത് എഴുതി വെക്കുക. ഓക്കെ, ഞാൻ അത് ചുമ്മാ പറഞ്ഞു പോകുന്നതല്ല. എൻ്റെ ടീം മെമ്പേഴ്സ് ആയിട്ടുള്ള അസ്മ, അങ്ങനെ ഒരുപാട് പേര് ഇവിടെ ഉണ്ട്. എല്ലാവരോടും കൂടിയിട്ടാണ് പറയുന്നത്, ഡു ദിസ് എവറി ഡേ, അല്ലെങ്കിൽ ഡു ദിസ്. നിങ്ങൾക്കത് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ചെയ്യുക. കാരണം അത് ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ഉറപ്പാണ് നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ആകും. എങ്ങനെ ഉണ്ടായിരുന്നു? ബ്യൂട്ടിഫുൾ ആയിരുന്നില്ലേ നമ്മുടെ മെഡിറ്റേഷൻ? ഞാനിങ്ങനെ വീണ്ടും കേൾക്കുകയായിരുന്നു. ഞാനിങ്ങനെ ആലോചിക്കും, എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഞാനത് ചെയ്തത്, ഈ ഒരു മെഡിറ്റേഷൻ. ഐ എം റിയലി പ്രൗഡ് ഓഫ് മൈ വർക്ക്. എൻ്റെ വർക്കിൽ ഞാൻ പ്രൗഡാണ്. ഐ എം റിയലി ഒരുപാട് പേര് അത് ഹെൽപ്പ് ചെയ്യുന്നു, അല്ലേ? ഒരുപാട് നിങ്ങളൊക്കെ ഡെയിലി ഇത് പ്രാക്ടീസ് ചെയ്യുന്നു. ഐ എം റിയലി പ്രൗഡ് ഓഫ് ഇറ്റ്. ഞാനും എൻ്റെ ഈ മെഡിറ്റേഷൻസ് ഞാൻ കേൾക്കുമ്പോൾ എനിക്കും അത് മോട്ടിവേഷൻ ആവാറുണ്ട്. എനിക്കും അത് എന്നെ ഹീൽ ചെയ്യാനും അതേപോലെ തന്നെ എൻ്റെ വിഷൻസ് വീണ്ടും സെറ്റ് ചെയ്യാനും എന്നെ സഹായിക്കുന്നുണ്ട്. ബിക്കോസ് എനിക്ക് എന്താണോ കണ്ടത് അതുപോലെയുള്ള അല്ലെങ്കിൽ ആ ഒരു ലൈഫ്, അല്ലെങ്കിൽ സിമിലർ ഒരു ബെറ്റർ ലൈഫ് ക്രിയേറ്റ് ചെയ്യണം. അതെനിക്കാണെങ്കിൽ ഇത് ആരൊക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ വേണ്ടിയിട്ട് ആ ഒരു ഉദ്ദേശത്തിൽ, ആഗ്രഹത്തിന് പുറത്താണ് ഇതെല്ലാം ബിൽഡ് ചെയ്തത്. ഐ ഹോപ്പ് ദിസ് ഈസ് റിയലി ഹെൽപ്പിംഗ് യു ഗൈസ്, ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ ഷോയിങ് അപ്പ്. നിങ്ങളിവിടെ എല്ലാ ദിവസവും വരുന്നു, മോർണിംഗിൽ മെഡിറ്റേഷൻ കേൾക്കുന്നു, കാര്യങ്ങൾ ചെയ്യുന്നു. നിങ്ങൾ ഇതിൽ കേൾക്കുന്ന കാര്യങ്ങൾക്കനുസരിച്ച് നിങ്ങൾ കേട്ട് നിങ്ങളുടെ മൈൻഡിൽ വലിയ ചേഞ്ച് ഉണ്ടാകും. ഒരു സംശയവും വേണ്ട. ഇറ്റ് വിൽ എക്സ്പാൻഡ് യുവർ ഹൊറൈസൺ. വല്ലാത്ത രീതിയിൽ നിങ്ങളത് മാറ്റിമറിക്കും. സോ നോ ഡൗട്ട് അബൌട്ട് ദാറ്റ്. സോ താങ്ക് യു സോ മച്ച്. എനിവേ, നമുക്കിന്നൊരു ട്രെയിനർ ഉണ്ട്. ട്രെയിനർ എന്താ വെച്ചാൽ, നിങ്ങളുടെ ട്രെയിനർ അവർ നമുക്ക് ആയിഷ എന്ന് പറഞ്ഞിട്ടുള്ള ട്രെയിനറാണ്. സോ trainer, are you there? Aisha, are you there? Hello? Yes, sir, I'm here. Yes, sir, I am here. Then please be here in video. Please be here in video, okay? Please be here in video, okay? Thank you.
സോ നമുക്ക് നല്ല ട്രെയിനർ ഉണ്ട്. ട്രെയിനറെ നമുക്ക് നീ വെൽക്കം ചെയ്യാം. ഷീ ഈസ് സച്ച് എ ഗുഡ് പേഴ്സൺ. യു കൻ ലേൺ ലോട്ട് ഓഫ് തിങ്സ് ഫ്രം ഹെർ. ആയിഷ, ദ ഫ്ലോർ ഈസ് യോഴ്സ്. Start the session. Thank you. Good morning, everyone. Good morning, ma'am. Good morning, ma'am. Good morning. Thank you. Good morning, Good ma'am. morning. Okay. Good morning. കഴിഞ്ഞ ക്ലാസ്സിൽ കുറെ പേര് എന്നെ കണ്ടിട്ടുണ്ടാവുന്ന തോന്നണം അല്ലേ? കഴിഞ്ഞൊരു ക്ലാസ്സിൽ നമ്മൾ ഉണ്ടായിരുന്നു. ചെറിയ നെറ്റ്വർക്കിന്റെ ഒരു ഇഷ്യൂസ് ഒക്കെ വന്നിട്ട് ചെറിയൊരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നു. Yes, പക്ഷെ madam. ഇവിടെയുള്ള ഒരുപാട് പേരുടെ നല്ല റെസ്പോൺസ് അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. ആൻഡ് ദെൻ നമ്മൾ സെയിം ടോപ്പിക് തന്നെയാണ് ഇന്നും വന്നിട്ടുള്ളത്. നിങ്ങളുടെ ആ ഒരു റിക്വസ്റ്റ് ഉണ്ടായിരുന്നു, അത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. സെയിം ടോപ്പിക്കുമായിട്ട് വരണം എന്നുള്ളത് ഉണ്ടായിരുന്നു. സെയിം ടോപ്പിക് തന്നെയാണ് നമ്മൾ ഇന്നും വന്നിട്ടുള്ളത്. എനിക്ക് നിങ്ങളോട് പറയാൻ ക്ലാസ് നമ്മൾ സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ മുന്നേ എനിക്കുള്ളൊരു റിക്വസ്റ്റ് എന്താന്ന് വെച്ചാല് മാക്സിമം എല്ലാവരും വീഡിയോയിൽ വരിക എന്നുള്ളതാണ്. അടുത്ത കാര്യം നല്ലപോലെ ഇന്ററാക്ട് ചെയ്യുക എന്നുള്ളതാണ്. നമ്മളൊരു ക്ലാസ് എടുത്ത് സംസാരിച്ചുകൊണ്ട് പോകുമ്പോൾ നിങ്ങള് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിൽ നിന്ന് മാറിയിട്ട് ഇന്ററാക്ഷൻ വന്നു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ഹെൽപ്ഫുൾ മോർ. ഓക്കെ, മാക്സിമം ആളുകൾ വീഡിയോയിൽ വരിക. അതുപോലെ തന്നെ ചാറ്റ് ബോക്സ് യൂസ് ചെയ്യുക. മൈക്ക് ഓൺ ആക്കി സംസാരിക്കാൻ പറ്റുന്നവരാണെങ്കിൽ മൈക്ക് ഓൺ ആക്കി കൊണ്ട് സംസാരിക്കുക. Okay, okay. Okay, ma'am. ഓക്കെ, താങ്ക് യു. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സെയിം ഫൈൻഡ് യുവർ സെൽഫ്, ദ ജേർണി ഓഫ് സെൽഫ് ഡിസ്കവറി. നമ്മളെ സ്വയം കണ്ടെത്തേണ്ടുന്നതിന്റെയും അതേപോലെ സെൽഫ് ഡിസ്കവറി എന്ന ഒരു വലിയ ജേർണി ഉണ്ട്. അത് വലിയൊരു പ്രോസസ്സാണ്. പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് നമ്മൾ അങ്ങനെ ഇരുന്നു കുറച്ച് സമയം നമ്മൾ കാമായിരുന്നു നോക്കിയത് കൊണ്ട് നമുക്ക് നമ്മളെ കണ്ടെത്താൻ കഴിയില്ല. ഒരു മിനിറ്റ് കൊണ്ടോ അല്ലെങ്കിൽ കുറച്ച് സമയം കൊണ്ടോ നടക്കുന്ന കാര്യമില്ല. അതൊരു പ്രോസസ്സിംഗ് ആണ്. ആ ഒരു പ്രോസസ്സിലൂടെ നമ്മൾ കടന്നു പോകുന്ന ആ ഒരു ജേർണി, അതൊരു വലിയ ജേർണി ആണല്ലോ. അതിന്റെ കുറച്ച് കാര്യങ്ങൾ വളരെ ഡീപ്പായിട്ട് പോകേണ്ട കാര്യങ്ങളാണ്. അതിന്റെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, അതുപോലെ ബ്രീഫ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, അതാണ് നമ്മൾ ഇവിടെ സംസാരിക്കാൻ പോകുന്നത് കേട്ടോ. ഓക്കെ Okay, okay. ഓക്കെ. കുറെ കാര്യങ്ങൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും പക്ഷെ clear ഈ അല്ല. ഒരു നെറ്റ്വർക്കിന്റെ ഇഷ്യൂ ഉള്ളത് കൊണ്ട് അതൊരു സ്റ്റക്കായി ഹാങ് ആയി അങ്ങനെ ഒരു ഫ്ലോ ഉണ്ടായിരുന്നില്ല അല്ലേ? അപ്പൊ നമ്മള് ഈ ഒരു സെൽഫ് ഡിസ്കവറി നടത്തേണ്ടുന്നതിന്റെ ഇമ്പോർട്ടൻസ് എന്താന്ന് വെച്ചാൽ നമുക്ക് പേഴ്സണൽ ഗ്രോത്ത് ഉണ്ടാവും. പേഴ്സണൽ ഗ്രോത്ത് നമുക്കുണ്ടാകും. അതേപോലെ തന്നെ നമുക്കൊരു മെന്റൽ ക്ലാരിറ്റി വരും. പേഴ്സണൽ ഗ്രോത്ത് ഉണ്ടാകും, മെന്റൽ ക്ലാരിറ്റി വരും. ഇത് രണ്ടും സംഭവിച്ചു കഴിഞ്ഞാല്, പേഴ്സണൽ ഗ്രോത്ത് നമുക്ക് സംഭവിച്ചു അല്ലെങ്കിൽ മെന്റൽ ക്ലാരിറ്റി നമുക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ കുറച്ചും കൂടി ഹാപ്പി ആവും. നമ്മുടെ പുറമേ കാണുന്ന ഹാപ്പിനെസ് അല്ല, നമ്മുടെ ഇന്നർ സോളിൽ നമ്മളെ ഹാപ്പി ആയിരിക്കും. ആ ഹാപ്പിനെസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നതെല്ലാം വളരെ മനോഹരമായിട്ട് പോകും. നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യവും അടിപൊളിയായിട്ട് പോകും. നമുക്ക് അവിടെ മടുപ്പ് തോന്നില്ല, നമുക്ക് അവിടെ ക്ഷീണം തോന്നില്ല, നമുക്ക് അവിടെ ബുദ്ധിമുട്ടുകൾ തോന്നില്ല, ഒരു രീതിയിലുള്ള ഡിസ്ട്രാക്ഷൻസും നമുക്ക് അവിടെ തോന്നില്ല. അതിന് നമ്മൾ ആദ്യം നമ്മൾ ഹാപ്പി ആയിരിക്കണം. നമ്മൾ കുറേ സ്ട്രെസ്ഡ് ആയി നമ്മൾ ഇഷ്ടമല്ലാത്ത എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യുന്ന പോലെ ഒരു ഇതിലോട്ട് പോയി കഴിഞ്ഞാൽ എന്ത് ജോലി ആയിക്കോട്ടെ, ജോലി എന്നല്ല പറയുന്നത്, നമ്മുടെ ലൈഫിൽ നമ്മൾ ഹാപ്പി ആയി കഴിഞ്ഞാൽ, നമ്മുടെ ഇന്നർ സോള് ഹാപ്പി ആയി കഴിഞ്ഞാൽ ലൈഫ് ബ്യൂട്ടിഫുൾ ആകും. ആ ഒരു ബ്യൂട്ടിഫുൾ നമ്മുടെ ലൈഫിലോട്ട് വന്നു കഴിഞ്ഞാല് അത് നമ്മുടെ കരിയർ ഗ്രോത്തിന് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. നമ്മളിപ്പോ കരിയർ ബേസ്ഡ് പോകുന്ന ഒരാളാണെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം പല ബുദ്ധിമുട്ടുകളും അവരുടെ ആ ഒരു കരിയറിൽ വരും. എല്ലാ ദിവസവും ഒരുപോലെ ആയിരിക്കില്ല, സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ദിവസങ്ങൾ ഉണ്ടാകും, പല ചലഞ്ചസ് ഫേസ് ചെയ്യേണ്ടി വരും. അപ്പൊ ഈ ഒരു സമയത്ത് നമുക്കത് ഫേസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഐ ആം ഓക്കെ, ഐ ക്യാൻ എന്ന് നമുക്ക് തോന്നണം എന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ നമ്മൾ ഭയങ്കര ഹാപ്പി ആയിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഇന്നർ സോൾ എന്താണെന്ന് നമുക്കറിയണം.
നമ്മുടെ ഇന്നർ സോൾ ഹാപ്പി ആയിരിക്കണം. ഇതിനൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു സെൽഫ് ഡിസ്കവറി ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ലൈഫ് ബ്യൂട്ടിഫുൾ ആയി മാറും. നമ്മുടെ ലൈഫ് ബ്യൂട്ടിഫുൾ ആയി മാറുമ്പോൾ അത് നമ്മളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന കാര്യമല്ല. നമ്മളെ ചുറ്റും ഒരു സർക്കിൾ എപ്പോഴും ഉണ്ട്, ഇല്ലേ? നമ്മുടെ ചുറ്റും ഒരു സർക്കിൾ ഉണ്ട്. ആ സർക്കിളും കൂടി ഹാപ്പി ആയി പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ ചുറ്റും നമ്മളെപ്പോഴും ഒറ്റയ്ക്ക് ഒരാളല്ലല്ലോ. നമ്മുടെ ചുറ്റും നമ്മുടെ മക്കളുണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ ഭാര്യമാരുണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ ഭർത്താക്കന്മാരുണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ പാരന്റ്സ് ഉണ്ടാവും, ഫാമിലി ഉണ്ടാവും, കൊളീഗ്സ് ഉണ്ടാവും, ഫ്രണ്ട്സ് ഉണ്ടാവും, സൊസൈറ്റി ഉണ്ടാവും. ഇവിടെ എല്ലാം ഒരു പോസിറ്റീവ് എനർജി നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. അത് ഈ ഒരു എന്താ പറയാ സെൽഫ് ഡിസ്കവറി നടന്നു, നമ്മൾ അവിടെ ഇന്നർ സോൾ നമ്മൾ ഹാപ്പി ആയി വന്നു കഴിഞ്ഞാൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ഓക്കെ, ദെൻ ഫൗണ്ടേഷൻ ഓഫ് സെൽഫ് ഡിസ്കവറി, അതായത് അണ്ടർസ്റ്റാൻഡിങ് ദ സെൽഫ്. നമ്മൾ സ്വയം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ഐഡന്റിറ്റി എന്താണ്, നമ്മുടെ വാല്യൂസ് എന്താണ്, നമ്മുടെ ബിലീഫ്സ് എന്താണ്, ഇത് മനസ്സിലാക്കണം ആദ്യം. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാല് അതിന്റെ ഫൗണ്ടേഷൻ അവിടുന്ന് തുടങ്ങാം. ഈ ഒരു സെൽഫ് ഡിസ്കവറിയുടെ ഫൗണ്ടേഷൻ തുടങ്ങുന്നത് നമ്മൾ സെൽഫ് എന്താണെന്നുള്ളത് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, നമ്മുടെ ഐഡന്റിറ്റി എന്താണെന്നുള്ളത് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. എല്ലാവരും യൂണീക്കാണ്, ഓരോ ആളുകൾക്കും വ്യത്യസ്തമായ ഐഡന്റിറ്റി ഉണ്ടാവും. ആ ഐഡന്റിറ്റി നമ്മൾ തിരിച്ചറിഞ്ഞ് ആ ഐഡന്റിറ്റിയെ മുറുകെ പിടിച്ചുകൊണ്ട് വേണം നമ്മൾ പോവാൻ. നമ്മുടെ ഐഡന്റിറ്റി നമ്മുടേതാണ്. അങ്ങനെ ഓരോ ആളുകൾക്ക് വ്യത്യസ്തമായ ഐഡന്റിറ്റി ഉണ്ടാവും. അത് നമ്മൾ ആദ്യം തിരിച്ചറിയണം. അത് തിരിച്ചറിഞ്ഞതിന് ശേഷം നമ്മുടെ വാല്യൂസ് ഉണ്ടാവും, നമുക്ക് എത്തിക്സ് ഉണ്ടാകും, വാല്യൂസ് ഉണ്ടാകും. ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കിയെടുക്കണം. നമുക്ക് ബിലീവ്സ് ഉണ്ടാകും, ഇത് മനസ്സിലാക്കിയെടുക്കണം. ഇത് മനസ്സിലാക്കി എടുത്തു കഴിഞ്ഞാൽ അവിടെ ഫൗണ്ടേഷൻ ആയി. ദെൻ സെൽഫ് അവയർനെസിന്റെ അതേപോലെ തന്നെ സക്സസിന്റെയും ലിങ്ക് എന്ന് പറയുന്നത് എന്താന്ന് നോക്കാം. ഇപ്പൊ നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെ നമുക്ക് സെൽഫ് അവയർഡ് ആയി, അല്ലെങ്കിൽ സെൽഫ് ഡിസ്കവറി വന്നു, പേഴ്സണൽ ഗ്രോത്ത് ഉണ്ടായി, മെന്റൽ ക്ലാരിറ്റി വന്നു. അത് നമ്മുടെ പേഴ്സണൽ ഗ്രോത്ത് മാത്രമല്ല, നമ്മുടെ പ്രൊഫഷണൽ ലൈഫിനെയും നമ്മുടെ കരിയറിനെയും എല്ലാം എന്താ പറയാ എൻഹാൻസ് ചെയ്യും എന്നുള്ളത് ഞാൻ എങ്ങനെയാ എൻഹാൻസ് ചെയ്യും എന്നുള്ളത് ഞാൻ പറഞ്ഞു. ഓക്കെ എൻഹാൻസ് ചെയ്യുന്നുള്ളത് പറഞ്ഞു. അപ്പൊ അതിന്റെ സെൽഫ് അവയർനെസിന്റെയും അതേപോലെ തന്നെ സക്സസിന്റെയും, ഈ എൻഹാൻസ് ചെയ്യുക എന്ന് പറയുന്നത് നമ്മുടെ സക്സസ് ആണ്. ഈ സക്സസിന്റെയും ലിങ്ക് എന്താന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഈ സെൽഫ് അവയർനെസിന്റെയും സക്സസിന്റെയും ലിങ്ക് എന്താ? നമ്മൾ സെൽഫ് അവയർഡ് ആയി, സെയിം കാര്യങ്ങൾ തന്നെയാണ്. നമ്മൾ സെൽഫ് അവയർഡ് ആയി നമ്മൾ ഇതിലോട്ട് എന്താ പറയാ നമ്മളെ ഇന്നർ സോള് ഹാപ്പി ആയി, നമ്മള് ആ ഒരു പോസിറ്റീവ് വൈബിലോട്ട് നമ്മൾ വന്നു കഴിഞ്ഞാല് നമ്മൾ സക്സസിലോട്ട് എത്തി. നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മുടെ സക്സസിലോട്ടുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് എത്തായി എന്നുള്ളതാണ്. ചിലപ്പോ നമ്മൾ പ്രൊഫഷണൽ വൈസ് നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ കരിയർ ബേസ് ഒക്കെ നമ്മൾ വിജയിച്ച് വന്നിട്ടുണ്ടായിരിക്കും, നമുക്ക് ഒരുപാട് സർട്ടിഫിക്കറ്റ്സ് ഉണ്ടായിരിക്കും, നമ്മൾ നല്ല നിലയിൽ ജോലി ചെയ്യുന്നവരായിരിക്കും. ബിസിനസ് വൈസിൽ ചിലപ്പോൾ നമ്മൾ കുറച്ചും കൂടി ഇംപ്രൂവ് ആയി വരാൻ തുടങ്ങിയിട്ടുണ്ടാവും. പക്ഷെ അതിന്റെയൊക്കെ ഉള്ളില് എല്ലാവരും പറയുന്ന കാര്യമാണ്, ഭയങ്കര സ്ട്രെസ്സാണോ, ഇല്ലേ? സ്ട്രെസ്സാണ്, ഉറങ്ങാൻ പറ്റുന്നില്ല, ടെൻഷനാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരും. ഈ കാര്യങ്ങളൊക്കെ വരുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മുടെ ഇന്നർ സോൾ എന്താന്നുള്ളത് സംഭവിക്കുന്നത്. അതേസമയം ഈ എത്ര സ്ട്രെസ്ഫുൾ ആണെന്നുള്ളത് നമ്മളെ ഇന്നർ സോൾ നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ എന്തുകൊണ്ട് ഈ സ്ട്രെസ് നമുക്ക് വരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്തുകൊണ്ട് നമുക്ക് ഈ സ്ട്രെസ് വരുന്നു, എന്തുകൊണ്ട് നമുക്ക് ഈ പ്രശ്നങ്ങൾ വരുന്നു, എന്തുകൊണ്ട് എനിക്ക് ടെൻഷൻ വരുന്നു, എന്തുകൊണ്ട് എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, ആൾവേസ് ക്വസ്റ്റ്യനിങ് ചെയ്തുകൊണ്ടിരിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ ക്വസ്റ്റ്യൻ ചെയ്ത് നമുക്ക് സ്വയം മനസ്സിലാക്കാൻ കഴിയും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ എന്തു പറ്റും? സെൽഫ് അവയർനെസ് ആയല്ലോ. അപ്പൊ സെൽഫ് അവയർനെസ് ആകുമ്പോൾ ദെൻ ടേൺസ് ടു സക്സസ്. ഈ സെൽഫ് ഡിസ്കവറിക്ക് അതുപോലെ തന്നെ ഒരുപാട് ബാരിയേഴ്സ് ഉണ്ട്.
സെൽഫ് അവെയർ ആവാൻ എളുപ്പാന്ന് പറഞ്ഞു ഞാന്. പക്ഷെ അതിനേക്കാൾ ഒരുപാട് കൂടുതൽ ബാരിയേഴ്സ് ആണ് നമ്മുടെ ചുറ്റുമുള്ളത്. അതുകൊണ്ടാണ് ഇത് അധികം ആളുകളും ഈ ഒരു ലാക്ക് ഓഫ് സെൽഫ് അവയർനെസ് ഒക്കെ വരുന്നത് അതുകൊണ്ടാണ്. തീർച്ചയായിട്ടും റെക്കോർഡ് കിട്ടും കേട്ടോ. ഓക്കെ. അപ്പോ ഈ ലാക്ക് ഓഫ് അവയർനെസ് ഒക്കെ സെൽഫ് അവയർനെസ് ഒക്കെ വരുന്നത് അതുകൊണ്ടാണ്. നമുക്ക് ഇവിടെ ബാരിയേഴ്സ് ആണ് കൂടുതൽ. ഈ ബാരിയേഴ്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നോക്കേണ്ടത്. ആർക്കെങ്കിലും ഒരാൾക്ക് ഒരു ബാരിയർ പറയാൻ പറ്റും? നമ്മൾ സെൽഫ് അവെയർഡ് ആവണമെന്ന് നമുക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. സെൽഫ് ഡിസ്കവർ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. നമ്മുടെ ഇന്നർ സോൾ ഹാപ്പി ആവണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ഇതിന് ഒരുപാട് തടസ്സങ്ങളുണ്ട്. എന്താണ് തടസ്സത്തിൽ ഒരു തടസ്സം? നിങ്ങൾക്ക് തോന്നുന്ന തടസ്സം എന്താണ്? മടി. ഓക്കെ. ദെൻ lack of confidence. Okay, then overthinking. Okay. Yes, ഇതെല്ലാം ചേർന്നിട്ട് തന്നെയാണ് ഫിയർ ഓഫ് ജഡ്ജ്മെന്റ്. ആൾക്കാർ ജഡ്ജ് ചെയ്യുന്നത് നമുക്ക് പേടിയാണ്. എക്സ്റ്റേണൽ ഡിസ്ട്രാക്ഷൻസ്, ഗിൽറ്റ്, ഇതെല്ലാം ഉണ്ട് കേട്ടോ. എക്സ്റ്റേണൽ ഡിസ്ട്രാക്ഷൻസ്, അതായത് നമ്മൾ നമ്മുടെ ലൈഫിൽ ഒരുപാട് ബിസിയാണ്. നമ്മൾ സോഷ്യൽ മീഡിയയിൽ ബിസിയാണ്. നമ്മുടെ കരിയറിൽ നമ്മൾ ബിസിയാണ്. നമ്മൾ ഡ്യൂട്ടീസിൽ നമുക്ക് ഒരുപാട് ഡ്യൂട്ടി കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും. നമ്മുടെ ഓരോ വർക്കിലും നമ്മൾ ബിസിയാണ്. ഈ രാവിലെ തൊട്ട് ഇപ്പോ രാവിലെ ഒരു 4 മണി 5 മണി 6 മണി ഏതോ സമയമായിക്കോട്ടെ, അവിടുന്ന് തൊട്ടിട്ട് പുവർ ഓഫ് നോളജ്, ശരിയാണ്, ആ സമയം തൊട്ടിട്ട് നമ്മൾ ഉറങ്ങുന്ന സമയം വരെ, ഈ ഉറങ്ങുന്ന സമയം വരെ കംപ്ലീറ്റ്ലി നമ്മൾ ബിസി ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഇടയിൽ നമുക്ക് വേണ്ടി ഒരു 10 മിനിറ്റ്സ് അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ്സ് മാറ്റി വെക്കാൻ നമുക്ക് സമയമില്ല എന്നുള്ളതാണ്. അതെന്താണ്? എക്സ്റ്റേണൽ ഡിസ്ട്രാക്ഷൻസ് ആണ്. നമുക്ക് വേണ്ടി മാത്രം മാറ്റി വെക്കാൻ വേണ്ടി നമുക്ക് സമയമില്ല. ഒരു 10 മിനിറ്റ്സ് അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ്സ് വേറെ ഒന്നും വേണ്ട. ഈ സോഷ്യൽ മീഡിയാസ് പോലും വേണ്ട, ഫോണ് വേണ്ട, അല്ലെങ്കിൽ നമ്മുടെ കംപ്ലീറ്റ്ലി കാമായ ഒരു അറ്റ്മോസ്ഫിയറിൽ, നമ്മുടെ കോസി അറ്റ്മോസ്ഫിയറിൽ നമുക്ക് ഇരിക്കാൻ സാധിക്കുമോ? ഇല്ല, സാധിക്കില്ല. അധികം ആളുകൾക്കും വന്ന് ഇരുന്നു എന്നുണ്ടെങ്കിൽ തന്നെ മനസ്സിലൂടെ ഇങ്ങനെ കടന്നു പോകണം നമ്മുടെ ചിന്തകളായിരിക്കും, അല്ലേ? ഉമ്മമാരെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ലേഡീസിനെ സംബന്ധിച്ചിടത്തോളം അടുത്ത കറി എന്തുണ്ടാക്കും, അല്ലെങ്കിൽ അത് അവിടെ ഇട്ടിട്ടുണ്ട്, ഇത് ഇവിടെ ഇട്ടിട്ടുണ്ട്, കുട്ടികൾ എന്തുണ്ടാക്കും, ഇതിങ്ങനെ മൈൻഡിൽ കടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതില്ലാണ്ട് കംപ്ലീറ്റ്ലി കാമായ അറ്റ്മോസ്ഫിയറിൽ, കാമായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ, കാമായിട്ടുള്ള ഒരു മൈൻഡിൽ നമുക്ക് ഇരിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. നമുക്ക് നമ്മുടെ EMI ഉണ്ടാകും, നമ്മുടെ ഓഫീസിലെ കാര്യങ്ങൾ ഉണ്ടാകും, നമ്മുടെ റോഡിലെ പുറത്തോട്ട് പോവേണ്ടി വരും, റോഡ് ബ്ലോക്ക് ഉണ്ടാവും. ഇങ്ങനെ പല കാര്യങ്ങൾ ഇങ്ങനെ കടന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും. EMI ആണ് ഏറ്റവും വലുത്. EMI ആയിരിക്കും. EMI കഴിഞ്ഞിട്ട് നമുക്ക് ഉറങ്ങാൻ കഴിയില്ല, അല്ലെ? അപ്പൊ ഇതെല്ലാം കടന്ന് കളിച്ചുകൊണ്ടിരിക്കുമ്പോ നമുക്ക് വേണ്ടി ഇരിക്കാൻ നമുക്ക് സമയമില്ല. ഇരുന്നാൽ തന്നെ ഇതായിരിക്കും മുന്നിലോട്ട് വരിക എന്നുള്ളതാണ്. അപ്പൊ ആദ്യം നമ്മൾ ആ ഒരു ഡിസ്ട്രാക്ഷൻ കംപ്ലീറ്റ്ലി മാറ്റി കഴിഞ്ഞിട്ട് അറിയാം, സ്വയം മനസ്സിലാക്കണം, നമ്മളോട് സ്വയം പറഞ്ഞു കൊടുക്കണം, അറിയാം എനിക്ക് EMI ഉണ്ട്, എനിക്ക് ഈ രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഒരു 15 മിനിറ്റ്സ് ഞാൻ ഇതെല്ലാം മാറ്റി വെക്കുകയാണ്. വേറൊന്നും ഞാൻ ആലോചിക്കുന്നില്ല. ഞാൻ ഇത് കംപ്ലീറ്റ്ലി മാറ്റി വെച്ചിട്ട് ഞാൻ കുറച്ച് സമയം ഒന്ന് കണ്ണടച്ചിരുന്ന് നോക്കട്ടെ. എന്നിട്ട് എന്റെ പേഴ്സണൽ ഗ്രോത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എന്റെ മെന്റൽ ഗ്രോത്തിന് വേണ്ടിയിട്ട് ഞാനൊന്ന് ആലോചിച്ച് നോക്കട്ടെ. നല്ല നല്ല കാര്യങ്ങൾ വിഷ്വലൈസ് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സമയം. നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാവും, പുറത്തോട്ട് പറയാൻ പേടിയായിരിക്കും. എന്താ പറയാ, ഫിയർ ഓഫ് ജഡ്ജ്മെന്റ്, ആളുകൾ എന്ത് പറയും എന്നുള്ള പേടി, ഇല്ലേ? നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ സ്വപ്നങ്ങളും പുറത്തോട്ട് പറയാൻ നമ്മൾ പുറത്തോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ എന്ത് പറയും എന്നുള്ള പേടി. ചിലപ്പോൾ ഫാമിലിയുടെ ഭാഗത്ത് നിന്ന് നമുക്ക് സപ്പോർട്ട് ഉണ്ടായിക്കൊള്ളണമെന്നില്ല, അല്ലെങ്കിൽ സൊസൈറ്റി എന്ത് പറയും എന്നുള്ള പേടിയായിരിക്കും. ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പൊ ഒരു എഞ്ചിനീയർ ആയിട്ട് ജോലി ചെയ്യുന്ന ഒരാളാണ്, ആൾക്കത് തീരെ ഇഷ്ടമല്ല. IT പ്രൊഫഷണൽ ആയിട്ട് ജോലി ചെയ്യുന്ന ഒരാളാണ്, അവർക്കത് തീരെ ഇഷ്ടമില്ല. പക്ഷെ ആളുടെ പ്രൊഫഷൻ അതാണ്, നല്ല ജോലിയാണ്,
നല്ല രീതിയിൽ സാലറി കിട്ടുന്നുണ്ട്. പക്ഷെ ഇഷ്ടപ്പെടാത്ത ജോലി എത്ര ദിവസം കഴിഞ്ഞാലും കഷ്ടപ്പാട് തന്നെ ആയിരിക്കും. അതിൽ നിന്ന് ആൾക്ക് മാറണം, ആൾക്ക് ബിസിനസ് ആണ് ഇഷ്ടം. അതിൽ നിന്ന് മാറണം എന്നുണ്ടെങ്കിൽ വലിയൊരു ചലഞ്ച് ആളുടെ മുന്നിൽ നിൽക്കുന്നുണ്ട്, ഫിയർ ഓഫ് ജഡ്ജ്മെന്റ്. അതായത് നമ്മൾ ആ ജോലി രാജിവെച്ചു പുറത്തോട്ട് വന്നു, നമ്മൾ പുതിയൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങി. നമ്മുടെ ചുറ്റുമുള്ള ആളുകളിലും ഭൂരിഭാഗം ആളുകളും നമ്മളെ എന്തേ ചെയ്യുള്ളൂ, നമ്മളെ കുറ്റപ്പെടുത്തേ ചെയ്യുള്ളൂ. നല്ലൊരു ജോലി കളഞ്ഞിട്ട് ഒരാൾ ഇട്ടിട്ട് വന്നു എന്നേ പറയുള്ളൂ. ഭാവിയെ കുറിച്ചിട്ട് ഒരു പേടിയില്ല എന്നേ പറയുള്ളൂ. ഭാവിയെ കുറിച്ചിട്ട് പേടിയില്ല, നമ്മുടെ ഫാമിലിയെ കുറിച്ചിട്ട് ഒരു ധാരണയില്ല. ഇങ്ങനെ പല കാര്യങ്ങളേ ഉള്ളൂ അവിടെ വരുള്ളൂ. പക്ഷെ അതിനേക്കാൾ വേറൊരു ഭാവി ഉണ്ട് അവിടെ. നമ്മൾ ഇഷ്ടപ്പെടാത്ത ജോലി കഷ്ടപ്പെട്ടുകൊണ്ട് ഓരോ ദിവസം ചെയ്യും തോറും, അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ കഷ്ടപ്പെട്ട് ചെയ്യുന്ന ഓരോ ദിവസം കഴിയും തോറും നമ്മുടെ മെന്റൽ ഹെൽത്തിനെ അത് ബാധിച്ചുകൊണ്ടിരിക്കും. ഒരു ദിവസം കൊണ്ട് ഇവിടെ ചേഞ്ചസ് വരില്ല, ഒരു ദിവസം നമുക്ക് മെന്റൽ ഹെൽത്തിനെ ബാധിക്കില്ല. പക്ഷെ ഇത് കണ്ടിന്യൂസ്ലി നമ്മൾ ചെയ്ത് കുറച്ച് സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ, കുറച്ച് സമയങ്ങൾ, കുറച്ച് വർഷങ്ങളോ നമ്മൾ നിവൃത്തികേട് കൊണ്ട് ചെയ്യുന്നതായിരിക്കും. അവര് പുറത്ത് പറയാനുള്ള പേടി കാരണം ചെയ്യുന്നതായിരിക്കും. പക്ഷെ അത് കഴിയും തോറും എന്തായി, നമ്മുടെ മെന്റൽ ഹെൽത്തിനെ അത് ബാധിച്ച് ചില ആളുകളെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ചെറിയ പ്രായമായിരിക്കും, നല്ല വയസ്സായ ആളുകളെ പോലെ തോന്നിയിട്ടുണ്ടാവും. ഒരുപാട് പ്രായമൊന്നും ഉണ്ടാവില്ല, പക്ഷെ അവരെ കണ്ടു കഴിഞ്ഞാൽ നല്ല പ്രായമുള്ള ആളുകളെ പോലെ തോന്നും. ചില ആളുകൾക്ക് ചെറിയ പ്രായത്തിൽ തന്നെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസിന്റെ ഭാഗമായിട്ടൊക്കെ അസുഖങ്ങളൊക്കെ വരും, ഇല്ലേ? അപ്പൊ ഇതെല്ലാം ഈ ഒരു മെന്റൽ ഹെൽത്തും ഫിസിക്കൽ ഹെൽത്തും തമ്മിൽ ഒരുപാട് കണക്ഷൻ ഉണ്ട്. ഈ ഒരു മെന്റൽ ഹെൽത്തിനെ ബാധിക്കും തോറും നമ്മുടെ ഈറ്റിംഗ് റൊട്ടീൻ മാറുന്നു, അവിടെ നമ്മുടെ സ്ലീപ്പ് റൊട്ടീൻ മാറുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ അത് കണ്ടിന്യൂസ് ആയിട്ട് വരുമ്പോൾ നമ്മുടെ ഫിസിക്കൽ ഹെൽത്തിനെ അത് ബാധിക്കുന്നു. ദെൻ മെന്റൽ ഹെൽത്തും ഫിസിക്കൽ ഹെൽത്തും എന്താണ്, കണക്റ്റഡ് ആണ്. അപ്പൊ ഇതിന്റെയൊക്കെ ഒരു ഫൗണ്ടേഷൻ അല്ലെങ്കിൽ തുടക്കം എന്ന് പറയുന്നത് നമ്മുടെ സെൽഫാ, വേറെ നമ്മളല്ല എന്നുള്ളതാണ്. ഇനിയിപ്പോ ആണെങ്കിൽ തന്നെ ഫിയർ ഓഫ് ജഡ്ജ്മെന്റൽ ആണ്, ആളുകൾ എന്ത് പറയുന്നുള്ള പേടിയാണ്. അപ്പൊ അതില് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, നമ്മുടെ ഇതിന്റെ എല്ലാം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, ഈ മെന്റൽ ഹെൽത്ത് നമുക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അത് വലിയൊരു അപകടത്തിലേക്കാണ് പോവുക എന്നുള്ളത് തിരിച്ചറിഞ്ഞിട്ട്, ഇതിന്റെ വരും വരായികളെ പറ്റി ആലോചിച്ചിട്ട് നമ്മൾ സ്വയം നമ്മളെ തിരിച്ചറിയുക. അതിനുശേഷം നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് എന്താണ്, പ്രയോറിറ്റി, നമ്മുടെ പ്രയോറിറ്റി ബേസ് നമ്മൾ മുന്നോട്ട് പോവുക. നമ്മുടെ ഇന്നർ സോളിനെ നമ്മൾ ഹാപ്പി ആക്കുക. ഇന്നർ സോൾ ഹാപ്പി ആകുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ചുറ്റുമുള്ളവർ ഓട്ടോമാറ്റിക് ആയിട്ട് ഹാപ്പി ആയി വരും. കാരണം നമ്മുടെ സ്ട്രെസ് നമുക്ക് കുറഞ്ഞു കിട്ടും. നമ്മുടെ സ്ട്രെസ് കുറഞ്ഞു കിട്ടുമ്പോൾ നമ്മുടെ വീട്ടിൽ പോസിറ്റീവ് അറ്റ്മോസ്ഫിയർ വരും. നമ്മുടെ വീട്ടിൽ ഒരാൾക്ക് സ്ട്രെസ് ഉള്ള ആളുണ്ടായാൽ മതി, ഒരാള് സ്ട്രെസ് ഉള്ള ആളുണ്ടെങ്കിൽ ആ ഫാമിലിയെ മൊത്തം ആ സ്ട്രെസ് ഉള്ള ഒരാള് ബാധിക്കും. അവിടെ പോസിറ്റീവ് അറ്റ്മോസ്ഫിയർ കുറഞ്ഞു വരും, ഇല്ലേ? ഇപ്പൊ വീട്ടിലോട്ട് സ്ട്രെസ്ഫുൾ ആയിട്ടാണ് ഒരാൾ വീട്ടിലോട്ട് കയറി വരുന്നതെന്ന് വെച്ചാൽ ഭയങ്കര ബഹളമായിരിക്കും. പിന്നെ വീട്ടില് ആളെ ഇറങ്ങി പോകുന്നവരെ, അല്ലെങ്കിൽ അവരുടെ അടുത്ത ഇതിന് വേണ്ടിയിട്ട് പോകുന്നവരെ, ഒന്നില്ലെങ്കിൽ വീട്ടിൽ ഭയങ്കര സൈലന്റ് ആയിരിക്കും, അല്ലെങ്കിൽ വീട്ടിൽ ഭയങ്കര ആയിരിക്കും. സൈലൻസ് എന്താന്ന് വെച്ചാൽ ഇവർ ഈ ബഹളം വെക്കുന്നത് പേടിച്ചിട്ട് മക്കളും മറ്റുള്ളവരും എന്ത് ചെയ്യും, മിണ്ടാതിരിക്കും. അവര് പോട്ടെ, പോയി കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് നിൽക്കാന്ന് തോന്നും. പക്ഷെ അത് അവരവിടെ മനഃപൂർവ്വം ഈ വീട്ടിലുള്ളവരെ ബുദ്ധിമുട്ടിക്കാൻ ചെയ്യുന്നതല്ല എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. വീട്ടിലോട്ട് ദേഷ്യപ്പെട്ടുകൊണ്ട് ഒരാൾ കയറി വരുന്നു, നമ്മുടെ വീട്ടിലെ ആള് കയറി വരുന്നു. അപ്പൊ വീട്ടിലുള്ളവർ അതിനേക്കാൾ സ്ട്രെസ്സിലേക്ക് നിൽക്കുന്നുണ്ടാകുക. നമുക്ക് നമ്മുടേതായ സ്ട്രെസ്സുകൾ ഉണ്ടാവും, വീട്ടിലുള്ള ആളുകൾക്ക് അവരുടേതായ സ്ട്രെസ്സുകൾ ഉണ്ടാവും. ഈ രണ്ട് സ്ട്രെസ്സും കൂടി ചേർന്നിട്ട് എന്തായി, വലിയൊരു ഭൂകമ്പമായി മാറി. അപ്പൊ ഈ രണ്ട് സ്ട്രെസ്സും വരുന്നത് എന്തുകൊണ്ടാണ്? ആ കാര്യം മനസ്സിലാക്കുക. നമ്മൾ ഒരിക്കലും മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയല്ല അവിടെ സ്ട്രെസ് വരുന്നത്. നമുക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, ആ പ്രശ്നങ്ങൾ നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇന്നർ സോൾ ഹാപ്പി ആയി കഴിഞ്ഞാൽ പിന്നെ അവിടെ സ്ട്രെസ്സിന് ഒരു സ്ഥാനമല്ല. എന്ന് വെച്ചിട്ട് ടെൻഷൻ ഉണ്ടാവില്ല, ഇമോഷൻസ് ഉണ്ടാവില്ല എന്നല്ല. എല്ലാ മനുഷ്യർക്കും ഇമോഷൻസ് ഉണ്ടാവും. ആ ഇമോഷൻ എല്ലാ മനുഷ്യർക്കും ഉണ്ട്, അത് മനഃപൂർവ്വം വരുന്നതല്ല എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായാൽ മതി. കരയാൻ കുറച്ച്, നമുക്കൊരു വിഷമം വന്നു, നമ്മൾ കുറച്ച് സമയം കരഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ വിഷമം മാറും. പക്ഷെ കരയാൻ പേടിയായിരിക്കും. ആളുകൾ എന്ത് പറയും, പ്രത്യേകിച്ച് പുരുഷന്മാർക്കാണ് ആ പ്രശ്നം വരിക. സൊസൈറ്റി പറഞ്ഞു വെച്ചിരിക്കുകയാണ് പുരുഷന്മാര് കരയാൻ പാടില്ല, പറഞ്ഞു വെച്ചിരിക്കുകയാണ്.
ആ ഒരു സംഭവം നമ്മുടെ മനസ്സിൽ കിടക്കുകയാണ്. നമ്മൾ ചെറുപ്പം തൊട്ടേ ഇതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അത് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്തായി? നമുക്ക് കരയാൻ പറ്റില്ല. നമ്മൾ സഹിച്ചു പിടിച്ച് നിൽക്കും. അതുകൊണ്ട് തന്നെ പഠനങ്ങൾ പറയുന്നു ഏറ്റവും കൂടുതൽ ഹാർട്ട് അറ്റാക്സ് ഉണ്ടാവുന്നത് ആർക്കാണ്? ഏറ്റവും കൂടുതൽ ഹാർട്ട് അറ്റാക്സ് ഉണ്ടാവുന്നത് ആർക്കാണ്? പുരുഷന്മാർക്കാണ്. അതൊരു സമയം വരെ എന്താന്ന് വെച്ചാൽ ഇത് മനസ്സിന്റെ ഉള്ളിൽ കിടക്കുകയാണ്. നമ്മുടെ എല്ലാ സ്ട്രെസ്സും നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ കിടക്കുകയാണ്. നമുക്കത് റിലീസ് ചെയ്യാൻ ഒരു ഓപ്ഷൻ ഇല്ല. റിലീസ് ചെയ്യാൻ ഒരു ഓപ്ഷന് നമ്മുടെ മുന്നിലില്ല. നമുക്കത് ഈ പറഞ്ഞ പോലെ തന്നെ കുറച്ച് സമയം കരഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡ് റിലാക്സ്ഡ് ആകും എന്നുണ്ടെങ്കിൽ കരഞ്ഞ് തന്നെ തീർക്കണം. അത് എല്ലാവരും കാണിച്ചിട്ടൊന്നുമല്ല. നമ്മുടേതായ ഒരു അറ്റ്മോസ്ഫിയറിൽ നമുക്കത് തീർത്തേ പറ്റുള്ളൂ. അതുപോലെ തന്നെയാണ് ഇപ്പൊ ഈ സ്ട്രെസ്, വീട്ടിലോട്ട് നമ്മൾ സ്ട്രെസ് കൊണ്ട് കയറി വരുന്നു. യെസ്, അതൊരു മോശം കാര്യമൊന്നുമല്ല. കരയുക എന്നുള്ളത് ഒരിക്കലും മോശം കാര്യമല്ല. നമ്മുടെ സ്ട്രെസ്സോ നമ്മുടെ ബുദ്ധിമുട്ടോ അങ്ങനെയാണ് മാറുന്നതെങ്കിൽ അങ്ങനെ തന്നെ മാറ്റണം. നമുക്കൊരു എക്സ്റ്റേണൽ സപ്പോർട്ടിന്റെ ആവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായും എക്സ്റ്റേണൽ സപ്പോർട്ട് തേടണം. ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്യല്ല. ഇതിനൊക്കെ എക്സ്റ്റേണൽ സപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് നമുക്ക് മാറ്റാൻ കഴിയും. അതിന്റെയൊക്കെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മൾ സെൽഫ് അവെയർഡ് ആവുക എന്നുള്ളതാണ്. ഞാൻ ഇങ്ങനെയല്ലല്ലോ, എനിക്ക് ഇങ്ങനെയല്ലല്ലോ, എനിക്ക് ഇഷ്ടപ്പെട്ട വേറെ കാര്യങ്ങളുണ്ടല്ലോ, അല്ലെങ്കിൽ ഇതല്ലല്ലോ എന്റേത്, ഞാൻ ഹാപ്പി ആയിട്ടാണല്ലോ മുന്നോട്ട് പോവേണ്ടത്, ഞാൻ ഇങ്ങനെ പോയാൽ പോരല്ലോ എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ അതിലോട്ട് ഓട്ടോമാറ്റിക് ആയിട്ട് ടേൺ ചെയ്തു വരും എന്നുള്ളതാണ്. പിന്നെ ഈ സ്ട്രെസ്സിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ വീട്ടിലോട്ട് നമ്മൾ സ്ട്രെസ്ഫുൾ ആയിട്ട് കയറി വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതൊരിക്കലും മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ടല്ല. സ്ട്രെസ്സിനൊരു റീസൺ ഉണ്ടാകും. അത് നമ്മുടെ ഒപ്പമുള്ളവർ മനസ്സിലാക്കി കഴിഞ്ഞാല് നമുക്ക് പോലും നമുക്ക് സ്ട്രെസ് വന്നു, പക്ഷെ അത് എല്ലാവർക്കും മനസ്സിലാവില്ല. നമ്മൾ കുറെ ദേഷ്യം കാണിക്കുകയേ ചെയ്യുള്ളൂ. എന്തുകൊണ്ട് ഈ സ്ട്രെസ് വന്നു എന്ന് സ്വയം നമുക്ക് പോലും മനസ്സിലാവില്ല, ഒപ്പമുള്ളവർ മനസ്സിലാക്കില്ല. അപ്പോഴാണ് അവിടെ പ്രശ്നങ്ങൾ വരിക. നേരെ മറിച്ച് നമ്മളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ കുറച്ച് സമയം അല്ലെങ്കിൽ അവരുടെ ഇഷ്ടത്തിന് സൈലൻസിലോട്ട് വിട്ടുകൊടുക്കുക. കുറച്ച് സമയം സൈലന്റ് ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ അത് അവരെന്നെ ഓട്ടോ റിക്കവർ ആയിട്ട് വരും. അതല്ലെങ്കിൽ സംസാരിക്കുക, എന്താണ് സംഭവിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ തുറന്ന് പറയാം എന്നുള്ള രീതിയിലോട്ട്. ദേഷ്യപ്പെട്ട് നിൽക്കുന്ന ഒരാളോട് തിരിച്ചങ്ങോട്ടേക്ക് ദേഷ്യപ്പെടാണ്ട് എന്താണ് നിങ്ങളുടെ പ്രശ്നം, എന്താണ് നിങ്ങൾക്ക് വിഷമം, നിങ്ങൾക്ക് മറ്റെന്തോ ഒരു പ്രശ്നം വന്നിട്ടുണ്ടല്ലോ എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ തീരാവുന്ന കാര്യങ്ങളെ വരുന്നുള്ളൂ. അത് സൈക്കോളജിയിൽ പറയാച്ചാല് ഫ്രസ്ട്രേഷൻ അഗ്രഷൻ ഹൈപ്പോത്തിസിസ് എന്ന് പറയും. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു പോകുന്ന ഒരു കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ എല്ലാവരും ഒരു എന്താ പറയാ ഒരുപാട് കണക്കൂട്ടല്ല നമ്മൾ പോകുന്നത്. ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും രാവിലെ എണീക്കണം, നമുക്ക് ഓഫീസിലോട്ട് പോകണം, ഓഫീസിലോട്ട് പോകുന്ന സമയത്ത് നമുക്ക് വേറെ വഴിയിൽ ആരെങ്കിലും കാണാനുണ്ടാകും, അല്ലെങ്കിൽ ഇത്ര സമയത്ത് 10 മണിന്റെ മുമ്പായിട്ട് ഓഫീസിലോട്ട് എത്തണം എന്ന് അവിടുന്ന് പറഞ്ഞിട്ടുണ്ടാകും, അവിടെ പോയിട്ട് കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവും. ഇതെങ്ങനെ മൈൻഡിലിട്ടിട്ടാവും പോകുന്നുണ്ടാകും. വഴിയിൽ റോഡ് ബ്ലോക്ക് വന്നു, നമ്മൾ എന്തായി? ഓട്ടോമാറ്റിക് ആയിട്ട് സ്ട്രെസ് ആയി. കാരണം നമ്മുടെ പ്രോസസ്സ് അവിടെ എന്താണ്? ബ്ലോക്ക് ആവുകയാണ്. നമ്മൾ ഈസി ഫ്ലോ പോകുന്ന കാര്യം അവിടെ ബ്ലോക്ക് ആയി വരികയാണ്. ബ്ലോക്ക് ആയി വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ എന്ത് സംഭവിക്കും? നമുക്ക് ഫ്രസ്ട്രേഷൻ വന്നു. ഫ്രസ്ട്രേഷൻ വന്നു കഴിഞ്ഞാൽ നേരെ അത് സ്ട്രെസ്സിലോട്ടാണ് മാറുക, അല്ലെങ്കിൽ അഗ്രഷനിലോട്ടാണ് മാറുക. ഏറ്റവും കൂടുതൽ ആളുകൾ ദേഷ്യപ്പെടുന്നത് അവർക്ക് ഫ്രസ്ട്രേഷൻ വരുന്നത് കൊണ്ടാണ്. ഏറ്റവും കൂടുതൽ ആളുകൾ ദേഷ്യപ്പെടുന്നത് അവർക്ക് ഫ്രസ്ട്രേഷൻ വരുന്നത് കൊണ്ടാണ്. അപ്പൊ അതെന്താന്ന് മനസ്സിലാക്കിയാൽ മതി. ഇതിന്റെയൊക്കെ നമ്മൾ സെൽഫ് അവെയർഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, എനിക്ക് എന്തുകൊണ്ട് ഫ്രസ്ട്രേഷൻ വന്നു, എനിക്ക് എന്തുകൊണ്ട് അഗ്രഷൻ വന്നു, അപ്പൊ അതെനിക്ക് മാറ്റണമല്ലോ എന്നുള്ളത് നമുക്ക് സ്വയം ഹീൽ ചെയ്യാൻ കഴിയും. നമ്മുടെ പാസ്റ്റിൽ നടന്നിട്ടുള്ള നമ്മുടെ ട്രോമാസും കാര്യങ്ങളും നമുക്ക് കയറി വരും. ചൈൽഡ്ഹുഡിൽ നടന്നിട്ടുള്ള ട്രോമ ആയാൽ മതി, അല്ലെങ്കിൽ പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ എന്ന് പറയും. നമുക്ക് പെട്ടെന്നുണ്ടാവുന്ന എന്തെങ്കിലും അപകടങ്ങളെയോ അല്ലെങ്കിൽ പെട്ടെന്നുണ്ടാവുന്ന എന്തിന്റെ ഷോക്കിന്റെയോ അടിസ്ഥാനത്തിൽ അതിനുശേഷം വരുന്ന സ്ട്രെസ്, അല്ലെങ്കിൽ അതിനുശേഷം വരുന്ന ആ സ്ട്രെസ്സും കാര്യങ്ങളും ആയിട്ട് വരുന്ന പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ എന്ന് പറയും. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിന് നമുക്ക് വേണ്ടത് തെറാപ്പിയാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എക്സ്റ്റേണൽ സപ്പോർട്ട് തേടേണ്ടുന്ന ആവശ്യമുണ്ടെങ്കിൽ എക്സ്റ്റേണൽ സപ്പോർട്ട് തേടണം. അത് പുറത്തുനിന്ന് ഒരാൾ, നമ്മുടെ ചുറ്റുള്ള ഒരാൾ, അല്ലെങ്കിൽ നമ്മുടെ പുറത്തുനിന്ന് ഒരാൾ അത് നമ്മളെ മനസ്സിലാക്കിയിട്ട് ഇവർക്ക് ഇങ്ങനെയല്ല, ഇവർക്ക് എന്തോ ചേഞ്ച് വന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുമ്പോഴേക്കും ഒരുപാട് വേഴ്സ് ആയിട്ടുണ്ടാവും. അതേസമയം നമ്മൾ സ്വയം സെൽഫ് ഡിസ്കവർ ആയതിനു ശേഷമാണ് എന്നുണ്ടെങ്കിൽ, നമുക്ക് സ്വയം തിരിച്ചറിയുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് വരുന്ന ചെറിയ ചേഞ്ചസ് പോലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമ്മൾ സ്ട്രെസ്ഫുൾ ആണ്, നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ പോലും നമുക്ക് വരുന്ന ഈ ചേഞ്ചസ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
ദെൻ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് നേരായ വഴിക്കല്ല പോകുന്നത്, ഇതെന്റെ മെന്റൽ ഹെൽത്തിനെ ബാധിക്കും. സോ എനിക്ക് എന്ത് വേണം, എനിക്ക് എക്സ്റ്റേണൽ സപ്പോർട്ട് വേണം, അല്ലെങ്കിൽ എനിക്ക് ഇതിൽ നിന്ന് റിക്കവർ ആയി വരണം, അതുകൊണ്ട് ഞാൻ എക്സ്റ്റേണൽ സപ്പോർട്ടിന് വേണ്ടിയിട്ട് നോക്കുന്നു, എനിക്ക് തെറാപ്പി വേണം എന്നുള്ളത് നമുക്ക് സ്വയം തീരുമാനിക്കാൻ പറ്റുമ്പോൾ ഏർലി ഡയഗ്നോസ് ആയി, അതുപോലെ തന്നെ അതിനുള്ള ട്രീറ്റ്മെന്റും ആയി. അതേസമയം ഇത് നമുക്ക് നമ്മൾ സ്വയം തിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിൽ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ നമുക്ക് കിട്ടില്ല. നമ്മൾ ഈ സ്ട്രെസ്സിലൂടെ മുന്നോട്ട് അതിലൂടെ വീണ്ടും വീണ്ടും കയറി പോവുക ചെയ്ത് ഒരു കൈൻഡ് ഓഫ് ലൂപ്പാണ്. ദെൻ അതേപോലെ തന്നെ എന്താണ്, ഇത് ഓരോ ദിവസം കൂടുന്തോറും ഈ ഡിപ്രഷൻ പോലുള്ള കാര്യങ്ങൾക്ക് ഓരോ ദിവസം കൂടുന്തോറും ഏറ്റവും ഭയാനകമായ വേർഷനിലോട്ട് പോകും. ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ കാണുന്ന കാര്യമാണ്, ചെറിയ ഒരു 5 മിനിറ്റ് സങ്കടപ്പെട്ടിരിക്കുന്നതിന് പറയും ഡിപ്രഷൻ ആണെന്ന് പറയും. തമാശ രൂപേണ അല്ലെങ്കിൽ എനിക്കത് ഡിപ്രഷൻ ആണെന്ന് പറയും. അതല്ല ഡിപ്രഷൻ. ഡിപ്രഷൻ എന്ന് പറയുന്നത് വളരെ വേഴ്സ് ആയിട്ട് പോകുന്ന ഒരു സിറ്റുവേഷനിലോട്ട് എത്തിപ്പെടാനുള്ള ഏറ്റവും ഭയാനകമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ്. ഡിപ്രഷൻ ആണോ വലുത്, മരണമാണോ വലുതെന്ന് ഒരാളോട്, ഡിപ്രഷൻ അനുഭവിച്ച ഒരാളോട് ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി പറയും മരണമാണ് ഏറ്റവും നല്ലത് എന്ന്. അത്രയും സഹിക്കാൻ പറ്റാത്ത ഒരു വേർഷനാണ് ഈ ഡിപ്രഷൻ എന്ന് പറയുന്നത്. പക്ഷെ ആ ഡിപ്രഷനിലോട്ട് ഓക്കെ താങ്ക് യു കേട്ടോ. ടൈം 7 AM വരെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പൊ നമുക്ക് 30 മിനിറ്റ്സ് കൂടി കിട്ടിയിട്ടുണ്ട്. ഓക്കെ താങ്ക് യു. അപ്പോ അങ്ങനെ നമുക്ക് എന്തായി, ഡിപ്രഷൻ ആണോ വലുത്, മരണമാണോ വലുത് എന്ന് ഒരാളോട് ചോദിച്ചു കഴിഞ്ഞാൽ, ഡിപ്രഷൻ അനുഭവിച്ച ഒരാളോട് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ തീർച്ചയായിട്ടും പറയും മരണമായിരിക്കും ഏറ്റവും കൂടുതൽ നല്ല കാര്യം എന്ന് പറയും. കാരണം അത്രയും വേഴ്സ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് ഡിപ്രഷൻ എന്ന് പറയുന്നത്. പല ആളുകൾക്കും അത് അറിയില്ല. ഇന്ന് വെറുതെ തമാശയ്ക്ക് പറയുന്ന ഒരു വാക്കായിട്ട്, പ്രത്യേകിച്ച് ന്യൂജൻ ഇതിൽ പറയുന്ന ഒരു വാക്കായിട്ട് ഡിപ്രഷൻ മാറിയിട്ടുണ്ട്. പക്ഷെ ആ ഡിപ്രഷൻ എന്ന് പറയുന്നത് എന്താണ്, വളരെ വേഴ്സ് ആയിട്ടുള്ള കാര്യമാണ്. ആ വേഴ്സ് ആയിട്ടുള്ള കാര്യത്തിലോട്ട് പോവാതെ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും സെൽഫ് അവെയർഡ് ആണെന്നുണ്ടെങ്കിൽ. കാരണം നമ്മുടെ ആ ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജിൽ നമ്മുടെ മൈൻഡിലോട്ട് കയറി വരുന്ന ആ ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജിൽ നമുക്കത് കണ്ടുപിടിക്കാൻ കഴിയും. ചെറിയ ചെറിയ കാര്യങ്ങളിലാട്ടോ. നേരെ മറിച്ച് ഈ പറഞ്ഞ പോലെ പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് മനസ്സിലാക്കിക്കൊള്ളണമെന്നൊന്നുമില്ല. കാരണം നമ്മൾ ആദ്യമേ ഒരു ഷോക്കിലാണ് നിൽക്കുന്നത്. നമുക്കൊരു ഷോക്ക് കാരണമാണ് നമുക്ക് ഈ പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ അല്ലെങ്കിൽ ഡിപ്രഷനിലോട്ട് നമ്മൾ കടക്കുന്നത്. ആ ഷോക്ക് കാരണം നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥ വരും. അത് വേറൊരു തലം. പക്ഷെ നമ്മുടെ ഇന്നർ സോള് ഹാപ്പി അല്ലാത്ത കാരണം സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ലൈഫിലൂടെ മുന്നോട്ട് പോയി നമ്മൾ എന്താവും, ഈ ഡിപ്രഷനിലോട്ടൊക്കെ കടക്കും. അങ്ങനെയുള്ള കാര്യങ്ങളിലാണ്. അപ്പൊ നമ്മൾ സെൽഫ് അവെയർഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഹെൽപ്ഫുൾ ആയിരിക്കും. കാരണം സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമുക്ക് മനസ്സിലാവും ഈ പോക്ക് ശരിയല്ല, ദെൻ ഐ ഹാവ് ടു ചേഞ്ച്. ഒന്നില്ലെങ്കിൽ ആ പോകുന്ന കാര്യം അവിടെ ബ്ലോക്ക് ചെയ്തിട്ട് നമ്മൾ ടേൺ ചെയ്ത് പോവുക എന്നുള്ളതാണ്. അതിനൊരു സൊല്യൂഷൻ കാണുക എന്നുള്ളതാണ്. അതെല്ലാം നമ്മളെ കൊണ്ട് സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എക്സ്റ്റേണൽ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്, തെറാപ്പീസ് ചെയ്യുക എന്നുള്ളതാണ്. ഇന്നർ ചൈൽഡ് തെറാപ്പി ഒക്കെ ഉണ്ട്. കാരണം നമ്മൾ ഈ പോകുന്ന കാര്യം, നമ്മൾ സെൽഫ് അവെയർഡ് ആവാൻ അല്ലെങ്കിൽ സെൽഫ് ഡിസ്കവർ ആവാൻ നമുക്ക് ആഗ്രഹമുണ്ട്, നമ്മുടെ ഇന്നർ സോൾ ഹാപ്പി ആവാൻ നമുക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ അവിടെ നമുക്കൊരു ബ്ലോക്ക് വരും, ബാരിയർ വരും. ആ ഒരു ബാരിയർ ആണ് നമ്മുടെ ട്രോമ, ഫിയർ. നമുക്ക് നമ്മുടെ പാസ്റ്റിൽ സംഭവിച്ചിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ചൈൽഡ്ഹുഡിലോ പാസ്റ്റിലോ സംഭവിച്ചിട്ടുള്ള പല ട്രോമാസും കാര്യങ്ങളും ഒക്കെ അവിടെ കയറി വരും. ഈ കയറി വരുന്ന കാര്യം നമുക്ക് മുന്നോട്ട് പോകാൻ അവിടെ ഒരു ബ്ലോക്ക് ആയിട്ട് നിൽക്കും. അതാണ് ഇന്നർ ചൈൽഡ് തെറാപ്പി ഒക്കെ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അങ്ങനെ തെറാപ്പി ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഈ ഒരു ട്രോമാസ് ഒക്കെ മാറ്റിയെടുക്കാൻ പറ്റും. ഇപ്പോ EFT ചെയ്യുന്നത് കൊണ്ട് മാറ്റിയെടുക്കാൻ പറ്റും. അതുപോലെ നമ്മുടെ ഇന്ന് അവൈലബിൾ അല്ലാത്തതായിട്ട് ഒന്നുമില്ല. നമ്മൾ തേടി കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ തേടി കണ്ടുപിടിക്കുക എന്നുള്ളത് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്കത് നമ്മുടെ ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ, നമ്മൾ കണക്റ്റഡ് ആയി മുന്നോട്ട് പോകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ മുന്നിലേക്ക് അത് വരും. വെറുതെ ഇരുന്നത് കൊണ്ട് വരില്ല, നമുക്കത് ആവശ്യമാണ്. നമ്മൾ അതിനു വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് സ്വയം വിശ്വാസമുണ്ട്. ഓക്കെ, ഐ ക്യാൻ എന്നുള്ള വിശ്വാസം നമ്മുടെ ഉള്ളിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്ത് തന്നെ ആണെങ്കിലും അത് പെട്ടെന്ന് ഒരു ദിവസം കൊണ്ടല്ല, പക്ഷെ ഇറ്റ് വിൽ ചേഞ്ച്. മെല്ലെ മെല്ലെ മാറി എന്താവും, നമ്മുടെ ആഗ്രഹം സാധിക്കുന്നതിലോട്ട് നമ്മൾ എത്തിപ്പെടും. അപ്പൊ കിട്ടുന്നൊരു ഹാപ്പിനെസ് ഉണ്ട്. ലോകം കീഴടക്കിയാൽ കിട്ടാത്ത ഹാപ്പിനെസ് എന്ന് പറയുന്നത് പോലെ, അതുപോലെയുള്ള നമ്മുടെ ഇന്നർ സോളിലുള്ള നമ്മുടെ ആഗ്രഹം നമ്മൾ തിരിച്ചറിഞ്ഞു.
ആ തിരിച്ചറിഞ്ഞിട്ട് അതിനു വേണ്ടി നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട്. എന്നാൽ നമ്മുടെ ബാക്കി കാര്യങ്ങളെല്ലാം നമ്മൾ ഒരുപോലെ കൊണ്ടുപോകുന്നുണ്ട്. സോ തന്നെ എന്തായി, നമ്മളെ ഹാപ്പി ആയിട്ട് പോവുകയാണ്. നമ്മുടെ അറ്റ്മോസ്ഫിയർ ഹാപ്പിയാണ്, പോസിറ്റീവ് ആണ്. നമ്മുടെ ഫാമിലി പോസിറ്റീവ് അറ്റ്മോസ്ഫിയറിലോട്ട് കടന്നു. നമ്മുടെ കരിയർ പോസിറ്റീവ് അറ്റ്മോസ്ഫിയറിലോട്ട് കടന്നു. ഇതിന്റെ ഒപ്പം തന്നെ നമുക്ക് എന്താണ്, കരിയർ ഗ്രോത്തും വന്നു, പേഴ്സണൽ ഗ്രോത്തും വന്നു. അപ്പോൾ കിട്ടുന്ന ഒരു ഹാപ്പിനെസ് എന്താന്ന് വെച്ചാൽ അതാണ് ഏറ്റവും വലിയ ഹാപ്പിനെസ്, അല്ലേ? അതാണ് ഏറ്റവും വലിയ ഹാപ്പിനെസ്. നമുക്ക് നമ്മുടെ ചേഞ്ചസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, നമുക്ക് കാണാൻ പറ്റുകയാണ്. ഒരു കണ്ണാടിയിൽ കാണുന്ന പോലെ നമുക്കുണ്ടായ ചേഞ്ചസ് ജസ്റ്റ് ഈ ഒരു സെൽഫ് അവയർഡ് ആയതിനു ശേഷമോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളിലോട്ട് നമ്മൾ കടന്നതിന് ശേഷമോ ഒന്ന് ബാക്കിലോട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ ബിഫോർ ആൻഡ് ആഫ്റ്റർ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്തായിരുന്നു അതിന്റെ ബിഫോർ, എന്താണ് അതിന്റെ ആഫ്റ്റർ. അപ്പോഴാണ് നമുക്ക് ആ ചേഞ്ച്, ശരിയാണ്, വലിയ ചേഞ്ചസ് വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്തായി, ഇംപ്രൂവ് ആയി വരുമ്പോ നമുക്ക് ഇനിയും ചെയ്യാനുള്ള ടെൻഡൻസി കൂടി, അല്ലെങ്കിൽ ഇനിയും നമ്മള് ആ ഒരു ഫീൽഡിലോട്ട് അല്ലെങ്കിൽ നമുക്ക് സക്സസിലോട്ട് പിന്നെ അത് എത്തിപ്പെടുകയും ചെയ്യും. നമ്മൾ സക്സസിലോട്ട് എത്താണ്ട് നമുക്ക് ഇരിക്കാൻ പറ്റില്ല. കാരണം നമ്മൾ അത്രയും വീണ്ടും വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. കാരണം നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇഷ്ടപ്പെട്ട കാര്യം ഇഷ്ടപ്പെട്ട് ചെയ്യുന്നതാണോ, ഇഷ്ടമല്ലാത്ത കാര്യം കഷ്ടപ്പെട്ട് ചെയ്യുന്നതാണോ ബെറ്റർ? ഏതായിരിക്കും ബെറ്റർ? നമുക്ക് ഇഷ്ടമുള്ള കാര്യം നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്യുന്നതായിരിക്കും. എങ്ങനെയാ? പാഷനായിട്ട് വർക്ക് ചെയ്യാം. യെസ്, പാഷനായിട്ട് വർക്ക് ചെയ്യാം. ഒരുപാട് പേര് ചെയ്യാറുണ്ട് അത്. ഈ ബാരിയേഴ്സിനെ എല്ലാം കടന്നുകൊണ്ട്, ഈ ബാരിയേഴ്സിനെ എല്ലാം ഒരു ഭാഗത്തോട്ട് മാറ്റി വെച്ചുകൊണ്ട് പാഷന്റെ പിന്നാലെ പോകുന്ന ആളുകളുണ്ട്. തുടക്കത്തിൽ ചലഞ്ചസ് ഉണ്ടാവും, പക്ഷെ ആ ചലഞ്ചസ് നമ്മൾ ഫേസ് ചെയ്ത് നമ്മൾ ആ പാഷന്റെ പിന്നാലെ പോയി കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോ നല്ല രീതിയിൽ അവിടെ സക്സസ് കാണാൻ കഴിയും, വലിയൊരു സക്സസ് അവിടെ കാണാൻ കഴിയും. ചലഞ്ചസ് ഇല്ലാത്ത ഒരു കാര്യവുമില്ല. ആ ചലഞ്ചസിനെ നമ്മൾ എങ്ങനെ ഫേസ് ചെയ്യുന്നു എന്നുള്ളതാണ്. ആ ചലഞ്ചസിനെ നമ്മൾ എങ്ങനെ ഫേസ് ചെയ്യുന്നു എന്നുള്ളതാണ് അവിടെ ഇമ്പോർട്ടൻസ്. ഒന്നും ഈസി ആയിട്ട് ആർക്കും ലഭിക്കാൻ പോകുന്നില്ല, ഒരു കാര്യവും ഈസി അല്ല. എല്ലാത്തിനും അതിൻ്റെതായ ചലഞ്ചസ് ഉണ്ട്. പക്ഷെ ആ ചലഞ്ചസിനെ നമ്മൾ ഫേസ് ചെയ്യണം. ആ ഫേസ് ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ചലഞ്ചസിനെ ഫേസ് ചെയ്യുക, നമുക്ക് സ്ട്രെസ് വരിക, നമുക്ക് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ വരുമ്പോഴും നമുക്ക് അവിടെ ഹെൽപ്ഫുൾ ആകുക. നമ്മൾ ഈ സെൽഫ് അവെയർഡ് ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഡിസ്ട്രാക്ഷൻ സംഭവിക്കില്ല, സോഷ്യൽ ഡിസ്ട്രാക്ഷൻ നമുക്ക് സംഭവിക്കില്ല, ഫിയർ ഓഫ് ജഡ്ജ്മെന്റിൽ നമുക്ക് വരില്ല. നമുക്ക് ആ ബാരിയേഴ്സിനെ നമുക്ക് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ലാക്ക് ഓഫ് സപ്പോർട്ട് ഉണ്ടാകും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ പാഷന്റെ പിന്നാലെ നമ്മൾ പോവുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ സപ്പോർട്ട് ഉണ്ടായിക്കൊള്ളണം എന്നില്ല, ലാക്ക് ഓഫ് സപ്പോർട്ട് ഉണ്ടാവും. പക്ഷെ നമ്മൾ സെൽഫ് അവെയർഡ് ആണെങ്കിൽ ഈ ലാക്ക് ഓഫ് സപ്പോർട്ട് നമ്മളെ ബാധിക്കാനേ പോകുന്നില്ല. ലാക്ക് ഓഫ് സപ്പോർട്ട് നമ്മളെ ബാധിക്കാനേ പോകുന്നില്ല. നമ്മൾ ആര് സപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിലും ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ആര്? നമ്മളെ തന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതേസമയം നമ്മളെ ചുറ്റുമുള്ള എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നീ ഇത് ചെയ്യണം, നീ ഇങ്ങനെ ചെയ്യണം, നീ എങ്കിലേ നമ്മുടെ നന്മ ആഗ്രഹിച്ചുകൊണ്ട്, നമ്മൾ വിജയിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് നമ്മുടെ ഒപ്പമുള്ളവർ നമ്മളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. പക്ഷെ ആ സപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ സെൽഫ് അവെയർഡ് അല്ല, ലാക്ക് ഓഫ് സെൽഫ് അവെയർനെസ് ഉണ്ട്, ഫിയർ ഓഫ് ജഡ്ജ്മെന്റൽ ഉണ്ട്. അങ്ങനെ പല കാരണം കൊണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാതെ പേടിച്ചിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരിക്കലും സക്സസിലോട്ട് എത്തില്ല. നമുക്ക് ആ ഒരു ബാരിയർ കടക്കാൻ കഴിയില്ല. അതേസമയം നമ്മുടെ ഒപ്പമുള്ള ആരും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നില്ല, നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് മാത്രം മതി നമുക്ക് വിജയിക്കാൻ. നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വേറെ ആര് സപ്പോർട്ട് ചെയ്താലാ കാര്യം ഉണ്ടാവുക? നമ്മളെ തന്നെ സപ്പോർട്ട് ചെയ്യണം, നമ്മളെ തന്നെ സ്നേഹിക്കണം. എങ്കിലേ മറ്റുള്ളവർ നമ്മളെ സ്നേഹിക്കുമ്പോൾ അത് നമുക്ക് കാണാൻ കഴിയുള്ളൂ. മറ്റുള്ളവർ നമ്മളെ സ്നേഹിക്കും, മറ്റുള്ളവർ നമ്മളെ സപ്പോർട്ട് ചെയ്യും. പക്ഷെ അത് നമുക്ക് കാണാൻ കഴിയണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതൊരു വർക്ക് ആവണം എന്നുണ്ടെങ്കിൽ, അതൊരു പോസിറ്റീവിലോട്ട് കടക്കണം എന്നുണ്ടെങ്കിൽ, സക്സസിലോട്ട് കടക്കണം എന്നുണ്ടെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യണം, നമ്മളെ സ്നേഹിക്കണം. എങ്കിലേ നമുക്ക് ബാക്കിയെല്ലാം പോസിറ്റീവായിട്ട് തോന്നുള്ളൂ, അല്ലേ?
അപ്പൊ അതുപോലെ അങ്ങനെ ആ കാര്യങ്ങൾ. അപ്പൊ അത് കഴിഞ്ഞതിന് ശേഷം ദെൻ സെൽഫ് റിഫ്ലക്ഷൻ. ഹു ആം ഐ, നമ്മൾ ആരാണെന്നുള്ളത് നമ്മൾ ചോദിക്കുക. ദെൻ നമുക്ക് റിപ്ലൈ കിട്ടും നമ്മൾ ആരാണ് എന്നുള്ളത്. നമ്മളെ ഇന്നർ സോളിൽ നമ്മൾ ആരാണ് എന്നുള്ളത്. നമ്മൾ എല്ലാവരും ഓരോ ഡ്യൂട്ടീസും കാര്യങ്ങളും നമ്മളെ തലയിൽ വെച്ചിട്ട് ആ ഒരു പ്രഷറിലോ അല്ലെങ്കിൽ ആ ഒരു ലൈഫിലോ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ഇന്നർ സോളിൽ നമ്മൾ എന്താന്നുള്ളത് നമുക്ക് ആർക്കും ഓർമ്മ ഉണ്ടാവില്ല. ആലോചിക്കാൻ പോയിട്ട് ഒരു സെക്കൻഡ് മാറി മറിയാൻ പോലും നമുക്ക് എന്തുണ്ടാവില്ല, നമുക്ക് അതിനൊന്നും സമയമില്ല അല്ലെ? അപ്പൊ അത് ഹു ആം ഐ, നമ്മൾ ആരാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. നമ്മുടെ കോർ വാല്യൂസ് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ആ വാല്യൂസിനെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. ദെൻ നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യം അല്ലെങ്കിൽ നമ്മള് ഈ പറഞ്ഞ പോലെ ഈ സക്സസിലോട്ട് നമ്മൾ കടന്നു, നമ്മൾ സെൽഫ് അവെയർഡ് ആയി, നമ്മൾ സക്സസിലോട്ട് കടന്നു. ചുറ്റുമുള്ളതെല്ലാം പോസിറ്റീവാണ്. നമ്മൾ പോകുന്ന വർക്ക് അറ്റ്മോസ്ഫിയർ നമുക്ക് പോസിറ്റീവാണ്. നമ്മുടെ ബിസിനസ് അറ്റ്മോസ്ഫിയർ നമുക്ക് പോസിറ്റീവാണ്. ഇത് ഇങ്ങനെ വിഷ്വലൈസ് ചെയ്തുകൊണ്ടിരിക്കുക. ഇത് നമ്മള് സത്യം പറഞ്ഞാൽ ബിസിനസ്സിൽ നമുക്ക് ചിലപ്പോൾ ഒരുപാട് കടങ്ങൾ ഉണ്ടാവും, അല്ലെങ്കിൽ ലോസ് ഉണ്ടാവും, അല്ലെങ്കിൽ വർക്ക് അറ്റ്മോസ്ഫിയർ പോസിറ്റീവ് ആയിരിക്കില്ല. ആ സമയത്തും നമ്മൾ വിഷ്വലൈസ് ചെയ്യുക. ആ സമയത്തും നമ്മളെ മനസ്സിൽ നമ്മളൊരു 10 മിനിറ്റ്സ് ഓർ 15 മിനിറ്റ്സ്, ഏറ്റവും ചുരുങ്ങിയത് എല്ലാ തിരക്കും മാറ്റി വെച്ചിട്ട് ഒരു 15 മിനിറ്റ്സ് എങ്കിലും മാറ്റി വെച്ചിട്ട് ഈ ഒരു വിഷ്വലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ, എല്ലാം കംപ്ലീറ്റ്ലി സോഷ്യൽ ഡിസ്ട്രാക്ഷൻസ് മാറി ഇരുന്നു കൊണ്ട് നമ്മൾ വിഷ്വലൈസ് ചെയ്യുകയാണെങ്കിൽ അത് ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ ലൈഫ് ചേഞ്ച് ആവുന്നത് നമുക്ക് കാണാൻ കഴിയും. നമ്മുടെ ലൈഫ് ചേഞ്ച് ആയിട്ട് പോരുന്നത് നമുക്ക് കാണാൻ കഴിയും. അപ്പൊ അതിനെന്ത് വേണം? വിഷ്വലൈസ് ചെയ്യാന്നുള്ളതാണ്. നമ്മുടെ ഐഡിയൽ ആയിട്ടുള്ള ഫ്യൂച്ചർ സെൽഫ് അതേപോലെ എങ്ങനെ വേണം, എങ്ങനെ ഉണ്ടായിരിക്കണം എന്നുള്ളൊരു ധാരണയൊക്കെ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. ഒരു കംപ്ലീറ്റ്ലി ഒരു പ്ലാൻ വേണം. ഗോൾ സെറ്റിംഗ് ഒക്കെ ചെയ്യാറുണ്ടല്ലോ, അതുപോലെ കംപ്ലീറ്റ്ലി ഒരു പ്ലാൻ വേണം. നമ്മുടെ ലൈഫ് എങ്ങനെ മുന്നോട്ട് പോകണം, എന്തൊക്കെ ചെയ്യണം എന്നുള്ള ഒരു പ്ലാൻ വേണം. ദെൻ അതിനെ ഇമാജിൻ ചെയ്യണം. ഇമാജിൻ ചെയ്യുമ്പോൾ നമുക്ക് എന്തായി, നമുക്ക് കുറച്ചും കൂടി ഹെൽപ്ഫുൾ ആവും. ഹെൽപ്ഫുൾ ആവുന്നത് മാത്രമല്ല, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലോട്ട് ഇത് കയറിപ്പോയി. നമ്മൾ ഡെയിലി നമ്മൾ ഈ വിഷ്വലൈസേഷനും ഇമാജിനും കാര്യങ്ങളൊക്കെ ചെയ്തു പോകുമ്പോൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലോട്ട് കയറി പോകുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മളും ആ ഒരു വഴിയിലോട്ട് വരും. നമുക്ക് ഈ പറഞ്ഞ ഡിസ്ട്രാക്ഷൻസ് കുറഞ്ഞു വരും. നമുക്ക് ഉണ്ടാവുന്ന ഡിസ്ട്രാക്ഷൻസ്, ഫിയർ, ഈ ബാരിയേഴ്സ് എല്ലാം അവിടെ കുറഞ്ഞു വരാനുള്ള, നമുക്ക് ഈ പറയുന്ന എല്ലാ ബാരിയേഴ്സിനെയും ബ്ലോക്ക് ചെയ്ത് നിർത്താനുള്ള ഒരു വഴിയാണിത്. ഓരോ ദിവസവും ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് ഇറങ്ങാൻ നല്ല പണിയാ. ഈ ട്രോമന്റെ കാര്യമൊക്കെ പറയുന്ന പോലെ തന്നെ ചെറുപ്പത്തിലേ കയറി സബ് കോൺഷ്യസ് മൈൻഡിലോട്ട് കയറിയ ട്രോമയാണ് വലുതായി ഇത്രയുമായിട്ടും നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് പോവാതിരിക്കുന്നത്, നമുക്കൊരു ബ്ലോക്ക് ആയിട്ട് നിൽക്കുന്നത്. അതേപോലെ തന്നെയാണ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലോട്ട് ഈ നല്ല കാര്യങ്ങൾ കയറിയാലും നമ്മൾ വിഷ്വലൈസ് ചെയ്ത് നമ്മുടെ സക്സസ് ആണ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലോട്ട് കയറിയിട്ടുള്ളത്. ദെൻ ഓട്ടോമാറ്റിക്കലി നമ്മൾ അതിലോട്ട് ഇങ്ങനെ കയറി വന്നുകൊണ്ടിരിക്കും. അതിന് ആ ഒരു ചേഞ്ച് വരാൻ ഒരുപാട് സമയമൊന്നും വേണ്ടി വരില്ല. അപ്പൊ എന്റെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞാൻ സൈക്കോളജി ഫീൽഡിലോട്ട് വന്നു. സൈക്കോളജി പഠിക്കാൻ തുടങ്ങി. ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയറിലോട്ട് എത്തിയതിനു ശേഷം ശരിക്കും പറഞ്ഞാൽ ബിഫോർ ആൻഡ് ആഫ്റ്റർ ആണ്. അതിന്റെ ബിഫോർ എന്തായിരുന്നു, ആഫ്റ്റർ എന്തായിരുന്നു, എനിക്ക് എന്റെ ഇന്നർ സോളിൽ എത്രത്തോളം മാറ്റം വന്നു, ആ ഇന്നർ സോളിൽ മാറ്റം വന്നതിനനുസരിച്ചിട്ട് എന്റെ അറ്റ്മോസ്ഫിയറിൽ മാറ്റം വന്നിട്ടുണ്ടോ? ഡെഫിനറ്റ്ലി മാറ്റം വന്നിട്ടുണ്ട്. എന്റെ പാരന്റിങ് സ്റ്റൈലിൽ മാറ്റം വന്നിട്ടുണ്ട്. എന്റെ റിലേഷൻഷിപ്സിൽ മാറ്റം വന്നിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ നമ്മുടെ ഈ സ്ട്രെസ്സിന്റെ ഒക്കെ പ്രശ്നം പറഞ്ഞല്ലോ, നമ്മളെല്ലാവരും ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന പ്രശ്നമാണ് സ്ട്രെസ്ഫുൾ ആയിട്ട് ഒരാൾ കയറി വരുമ്പോൾ നമ്മൾ അത് ഹാൻഡിൽ ചെയ്യുന്ന രീതി എന്നുള്ളത്. കാരണം നമുക്കപ്പൊ ഒന്നില്ലെങ്കിൽ നമ്മൾ അവിടെ തിരിച്ച് ദേഷ്യപ്പെടും, അല്ലെങ്കിൽ നമ്മൾ വിഷമിച്ചിട്ടിരിക്കും. എന്നോട് ദേഷ്യപ്പെടുകയാണ്, എന്റെ അടുത്ത് എന്തോ ഒരു വിരോധം ഉള്ളത് കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. ചിലപ്പോ ആ മൊമെന്റിലൊക്കെ തോന്നിയെന്ന് വരും. കുറച്ച് സമയം നമ്മൾ അതിനെപ്പറ്റി ആലോചിച്ച് എന്താണ് സംഭവിച്ചതെന്ന് ആലോചിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇത് വേറെന്തോ പ്രശ്നമാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയും. പക്ഷെ അതിന്റെ എല്ലാം ഈ അവയർനെസിന്റെ ലാക്ക് ഓഫ് അവയർനെസ് ആണ്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എനിക്ക് മാറ്റം വന്നു. എന്റെ പാരന്റിങ് സ്റ്റൈൽ കംപ്ലീറ്റ്ലി മാറി. നമ്മൾ കണ്ടുവരുന്ന പാരന്റിങ് സ്റ്റൈല്
അല്ലെങ്കിൽ സൊസൈറ്റിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റൈല് ഇതൊന്നും അല്ല എന്നുള്ളത് മാറി ആ മാറ്റത്തിന്റെ നമ്മളിപ്പോ നമ്മുടെ സ്റ്റൈല് നമ്മൾ മാറ്റി അല്ലെങ്കിൽ നമ്മൾ ചേഞ്ച് ആയി ആ ചേഞ്ചിന് നമുക്ക് റിസൾട്ട് വേണം, പോസിറ്റീവ് റിസൾട്ട് വേണം, എങ്കിലേ കാര്യമുള്ളൂ. ദെൻ എനിക്ക് ആ പോസിറ്റീവ് റിസൾട്ട് കാണാൻ പറ്റി തുടങ്ങി. എനിക്കിപ്പോ എന്റെ മുന്നിൽ ഒരാൾ അഗ്രഷനിലോ അല്ലെങ്കിൽ ഇതിലോ നിൽക്കുന്ന സമയത്ത്, സ്ട്രെസ്ഫുൾ ആയിട്ട് നിൽക്കുന്ന സമയത്ത് ആ ഒരു അഗ്രഷൻ ഒരാൾ കാണിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ആ മൊമെന്റിൽ സങ്കടം വരും, ദേഷ്യം വരും, അത് ഇമോഷനാണ്, അത് ക്വൈറ്റ് നാച്ചുറൽ ആണ്, എല്ലാവർക്കും ഉണ്ടാവാറുള്ളതാണ്. പക്ഷെ ആ ഒരു മൊമെന്റിന് ശേഷം അല്ലെങ്കിൽ ചിലപ്പോൾ ആ മൊമെന്റിൽ തന്നെ തിരിച്ചറിയാൻ പറ്റിക്കോളുന്നുണ്ട്, അല്ലെങ്കിൽ മൊമെന്റിന് ശേഷം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതല്ല, ഇത് എന്നോടുള്ള ദേഷ്യ വെറുപ്പല്ല ഇവർ കാണിക്കുന്നത്, ഇവർക്ക് എന്തോ പ്രശ്നമുണ്ട്. അതൊന്നില്ലെങ്കിൽ ലെറ്റ് ദം ഹീൽ എന്നുള്ളതാണ്, അവരൊറ്റയ്ക്ക് ഹീൽ ചെയ്യട്ടെ. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഹെൽപ്പ് ചെയ്യാം. എന്താണ് പ്രശ്നം, എന്റെ ഹെൽപ്പ് വേണോ എന്നുള്ളത് ചോദിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടോ എന്നുള്ളത് ചോദിക്കാം. അപ്പൊ അതെന്തായി, വലിയ ഭൂകമ്പങ്ങൾ മാറി, വീടുകളിൽ നടക്കുന്ന ഭൂകമ്പങ്ങൾ മാറിയില്ലേ. ഏറ്റവും കൂടുതൽ വീടുകളിൽ നടക്കുന്ന പ്രശ്നം അതായിരിക്കും, ആ ഭൂകമ്പങ്ങളോടെ മാറിപ്പോവും. അപ്പൊ അത് നമുക്ക് ഉണ്ടാവുന്ന ചേഞ്ച് ആണ്. ബിഫോർ ആൻഡ് ആഫ്റ്റർ ആണ് ഞാൻ പറഞ്ഞത്, എനിക്ക് വന്ന ബിഫോർ ആൻഡ് ആഫ്റ്റർ. അതുപോലെ തന്നെ ട്രെയിനിങ് ഫീൽഡിലോട്ട് വന്നു. ട്രെയിനിങ് ഫീൽഡിലോട്ട് ട്രെയിനർ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു, അല്ലെങ്കിൽ ട്രെയിനിങ് ഫീൽഡിലോട്ട് ഞാൻ വന്നതിന് ശേഷം ഞാൻ എന്ത് ചെയ്തില്ല, കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു, ഞാൻ ഇവിടെ ഇരിക്കട്ടെ, ഞാൻ ട്രെയിനർ ആണല്ലോ, ഇരിക്കട്ടെ എന്ന് കരുതിയിട്ട് മിണ്ടാതിരുന്നില്ല. മാക്സിമം പറ്റുന്നത്ര വെബിനാർസ് എടുക്കാൻ നോക്കുക, പറ്റുന്നത്ര വെബിനാർ എടുത്ത ആളുകളുടെ ക്ലാസ്സസ് കാണുക, ദെൻ കണക്ട് ചെയ്ത് പോവുക. അപ്പൊ നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് കോൺഫിഡൻസ് വന്നു, നമ്മുടെ ഉള്ളിലുള്ള ഡ്രൈനസ് മാറിക്കൊണ്ടിരിക്കും. തുടക്കത്തിൽ ആരും അത്ര പെർഫെക്റ്റ് ഒന്നും ആയിരിക്കില്ല, നമ്മൾ പ്രാക്ടീസ് മേക്സ് പെർഫെക്റ്റ് എന്നാണ്. പ്രാക്ടീസ് ചെയ്ത് നമുക്ക് പെർഫെക്റ്റ് ആകാൻ പറ്റും. എന്ന് വെച്ചിട്ട് കംപ്ലീറ്റ്ലി പെർഫെക്റ്റ് അല്ല, വീണ്ടും പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മളെപ്പോഴും സ്റ്റുഡൻസ് ആണ്, എപ്പോഴും ലേൺ ചെയ്തുകൊണ്ടേയിരിക്കുക, ലേൺ ചെയ്ത് ലേണിംഗ് ഒരിക്കലും നിർത്താതിരിക്കുക, പുതിയ കാര്യങ്ങൾ വീണ്ടും പഠിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ ഇതെല്ലാം ഈ പറഞ്ഞ പോലെ നമ്മുടെ ഇന്നർ സോളിനെ ഹാപ്പി ആവുന്ന രീതിയിലായിരിക്കണം. മൾട്ടി ടാസ്കിംഗ് ഒക്കെ ഏറ്റെടുത്തിട്ട് ഞാൻ മൾട്ടി ടാസ്കിങ് ചെയ്യുക എന്നുള്ളതല്ല, എന്നെ കൊണ്ട് അത് സാധിക്കുമോ എന്നുള്ളത് ആദ്യം മനസ്സിലാക്കണം. അത് മനസ്സിലാക്കാൻ നമ്മൾ സെൽഫ് അവെയർഡ് ആയിരിക്കണം. ഈ പറഞ്ഞ പോലെ നമ്മൾ എന്താന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. അപ്പോഴേ ഉള്ളൂ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് എളുപ്പമായി മാറുള്ളൂ. അതല്ലെങ്കിൽ ഇതെല്ലാം ഒരു ബുദ്ധിമുട്ടായി മാറും. അപ്പൊ അതിന് ഈ പറഞ്ഞ പോലെ നമ്മൾ ഹൂം ആം ഐ എന്നുള്ള ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കത് ഹെൽപ്ഫുൾ ആണ്. നമ്മൾ എന്താന്ന് നമുക്ക് സ്വയം തിരിച്ചറിയാന് നമുക്ക് എക്സ്റ്റേണൽ സപ്പോർട്ട് അല്ല വേണ്ടത്, നമ്മളെ സപ്പോർട്ടാ വേണ്ടത്. ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ഇപ്പൊ ഈ പറഞ്ഞ പോലെ സ്ട്രെസ് ഡിസോർഡർ വന്നു, അല്ലെങ്കിൽ ഇപ്പൊ ആൻസൈറ്റി വന്നു, ഡിപ്രഷൻ വന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് എക്സ്റ്റേണൽ സപ്പോർട്ട് തേടാം. തെറാപ്പി ചെയ്ത് കഴിഞ്ഞാൽ മാറുന്ന കാര്യമേ ഉള്ളൂ. നമുക്ക് അവിടെ എക്സ്റ്റേണൽ സപ്പോർട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മുടെ സെൽഫ് അവെയർഡ് ആവണം എന്നുണ്ടെങ്കിൽ, സെൽഫ് ഡിസ്കവർ ചെയ്യണം എന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് നമ്മുടെ സപ്പോർട്ടാണ് വേണ്ടത്. അത് നമ്മളാണ് ചെയ്യേണ്ടത്. നമ്മളിപ്പോ ഒരാൾ മുന്നിൽ എത്ര തന്നെ സംസാരിച്ചാലും നമ്മുടെ ഇന്നർ സോൾ എന്താന്ന് പുറത്തോട്ട് കാണിക്കില്ല. ആർക്കെങ്കിലും പറയാൻ ധൈര്യമുണ്ടോ? നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ എല്ലാം A to Z ഒരെണ്ണം വിടാതെ ഒരാളോട് പറയാൻ ആർക്കെങ്കിലും ധൈര്യം ഉണ്ടാവോ? ഉണ്ടാവില്ല. കാരണം അത് ആർക്കും കിട്ടൂല. നമ്മൾ വിചാരിക്കും, ഇപ്പൊ നമ്മൾ പറയും, ഇപ്പൊ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യമൊക്കെ വരികയാണെങ്കിൽ പറയും, എന്നെ പറ്റി ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയിട്ടുള്ളത് നിങ്ങളാണ്. അല്ലെങ്കിൽ പറയും, നിന്റെ എല്ലാ കാര്യങ്ങളും എനിക്കറിയാം, നിന്റെ എല്ലാ സ്വഭാവം അല്ലെങ്കിൽ നിന്റെ മനസ്സിലുള്ള എല്ലാ കാര്യങ്ങൾ പോലും എനിക്കറിയാന്ന് നമുക്ക് പറയും. പക്ഷെ അതൊരു പറച്ചില് മാത്രമാണ്. നമ്മുടെ ഇന്നർ സോളിൽ എന്താന്നുള്ളത് നമ്മൾ അനുവദിക്കാതെ ഒരാൾക്കും പിടുത്തം കിട്ടില്ല. അതിന് നമ്മുടെ അനുവാദം നമുക്ക് ആവശ്യമുണ്ട്. നമ്മൾ പറഞ്ഞെടുത്തിട്ടുണ്ടാവും, പക്ഷെ അപ്പോഴും ബാക്കി അവിടെ കിടക്കുന്നുണ്ടാവും. സോ അതുകൊണ്ട് തന്നെ നമ്മൾ സെൽഫ് അവെയർഡ് ആവണമെന്നുണ്ടെങ്കിൽ, സെൽഫ് ഡിസ്കവറി നടത്തണമെന്നുണ്ടെങ്കിൽ വേറൊരാൾ കണ്ടെത്തി തരില്ല. അതിന്റെ ബാരിയേഴ്സ് ഒക്കെ നമുക്ക് മാറ്റാൻ വേണ്ടിയിട്ട് എക്സ്റ്റേണൽ സപ്പോർട്ട് തേടാം. ഇപ്പൊ ഈ ട്രോമന്റെ കാര്യം പറഞ്ഞു, ഫിയർ ഓഫ് ജഡ്ജ്മെന്റിൽ പറഞ്ഞു. അപ്പൊ ഇതൊക്കെ നമുക്ക് ഇങ്ങനെ കടന്ന് കളിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ബ്ലോക്ക് മാറ്റാൻ നമുക്ക് എക്സ്റ്റേണൽ സപ്പോർട്ട് തേടാം. അത്രേ പറ്റുള്ളൂ.
പക്ഷെ അത് ചെയ്യേണ്ടുന്നത് ആരാണ്? ചെയ്യേണ്ടുന്നത് നമ്മൾ തന്നെ ചെയ്യേണ്ടുന്നത്. നമ്മൾ സ്വയം ചെയ്താലേ അവിടെ മാറ്റം വരുള്ളൂ. അങ്ങനെ മാറിക്കഴിഞ്ഞാലേ ഈ പറഞ്ഞ പോലെ സക്സസിലോട്ടും പോസിറ്റീവ് അറ്റ്മോസ്ഫിയറിലോട്ടും ഒക്കെ നമ്മൾ എത്തുള്ളൂ. ഈ ഒരു പോസിറ്റീവ് അറ്റ്മോസ്ഫിയർ വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ചേഞ്ച് ആവുന്നത് കാര്യങ്ങള് നമ്മുടെ ഈറ്റിംഗ് ഡിസോർഡർ ഉണ്ടെങ്കിൽ അത് മാറും. ഈറ്റിംഗ് റുട്ടീന് മാറും. ഈറ്റിംഗ് റുട്ടീന് മാറിക്കഴിഞ്ഞാൽ നമ്മളെന്തായി ഒന്നും കൂടി ഹെൽത്തി ആയി, നമ്മൾ ഫിറ്റ് ആൻഡ് ഹെൽത്തി ആയി. നമ്മുടെ ലൈഫ് റൊട്ടീന് നമ്മൾ മാറ്റിയെടുക്കാൻ തുടങ്ങും. ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ഹാപ്പി ആവുകയാണ്. ഹാപ്പി ആയി കഴിഞ്ഞാൽ എല്ലാം വളരെ എളുപ്പമാണ്. ദെൻ നമ്മുടെ ഈറ്റിംഗ് റുട്ടീന് നമ്മൾ മാറി നമ്മൾ ഫിറ്റ് ആവാൻ തുടങ്ങി. ഒരു ദിവസം കൊണ്ട് ഫിറ്റ് ആവില്ല, പക്ഷെ ഇത് നമുക്ക് എന്തായി ഓരോ ദിവസം കഴിയും തോറും നമ്മുടെ ബോഡിയിൽ അത് ചേഞ്ചസ് വരാൻ തുടങ്ങും. ഈ പറഞ്ഞ പോലെ ഭയങ്കര മൂഡി ആയിട്ട് ഗ്ലൂമി ആയിട്ട് ഇരിക്കുന്ന ഒരാളാണെങ്കിൽ ഭയങ്കര പ്ലസന്റ്ഫുൾ ആയിട്ട് ആ ആളെ കാണാൻ തുടങ്ങും. അവരുടെ അപ്പിയറൻസിൽ മാറ്റം വരും, അവരുടെ അറ്റയേഴ്സിൽ മാറ്റം വരും, അവരിടുന്ന ഡ്രസ്സിലടക്കം മാറ്റം ഉണ്ടാവും അല്ലേ? നമ്മളിടുന്ന ഡ്രസ്സിലടക്കം എന്തുണ്ടാവും? നമ്മൾ അതിനുശേഷം നമ്മൾ മാറാൻ തുടങ്ങിയിട്ടുണ്ടാവും. അതൊന്നും കൂടി നമ്മൾ ചെറുപ്പമാക്കി മാറ്റും. സ്ട്രെസ്ഫുൾ ആയിട്ടോ അല്ലെങ്കിൽ ഈ ഒരു നെഗറ്റീവ് അറ്റ്മോസ്ഫിയറിലോ പോവുകയാണെങ്കിൽ നേരെ തിരിച്ചായിരിക്കും. ദെൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു 10 വയസ്സുള്ള അല്ലെങ്കിൽ 20 വയസ്സുള്ള ഒരാളാണെങ്കിൽ 30 വയസ്സുള്ള ആളെ പോലെ തോന്നിക്കും, 30 വയസ്സുള്ള ആളാണെങ്കിൽ 40 വയസ്സുള്ള ആളെ പോലെ തോന്നിക്കും എന്നുള്ളതിലോട്ട് നമ്മൾ എത്തും. കാരണം നമ്മൾ അതിലൊന്നും അവെയർഡ് അല്ല. നമ്മൾ അവയർനെസ് മൊത്തം നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? നമ്മുടെ അവയർനെസ് മൊത്തം സെൽഫ് സെന്റേഡ് ചെയ്തിട്ട് നമ്മുടെ സ്ട്രെസ്സിലോട്ടും നമ്മുടെ ബാക്കിയുള്ള ബുദ്ധിമുട്ടുകളിലോട്ടൊക്കെ പോകുന്നത്. നമ്മളെ പറ്റി അവെയർ അല്ലാത്തത് കൊണ്ടാണ്. അതേസമയം നമ്മൾ അവെയർ ആയതിനു ശേഷം പിന്നെ നമ്മൾ ഈ ഒരു കാര്യങ്ങളിലോട്ട്, നമ്മുടെ ഈ ഒരു അറ്റയർ മാറ്റുന്നതിലോ അല്ലെങ്കിൽ നമ്മളെ സെൽഫ് കെയർ ചെയ്യുന്നതിലോട്ടൊന്നും നമ്മൾ ഒരുപാട് എന്താ പറയാ സ്ട്രെസ് ചെയ്ത് നമ്മൾ പോകണമെന്നില്ല. അത് ഓട്ടോമാറ്റിക് ആയിട്ട് വരുന്ന കാര്യങ്ങളായി മാറും. അപ്പൊ അത് നമ്മുടെ ബോഡി ഫിറ്റ് ആകും. ബോഡി ഫിറ്റ് ആവുന്നതോടൊപ്പം നമ്മുടെ അറ്റയറും എല്ലാം കംപ്ലീറ്റ്ലി ചേഞ്ച് ആകും. നമ്മുടെ അറ്റ്മോസ്ഫിയർ കംപ്ലീറ്റ് ആയിട്ട് ചേഞ്ച് ആവും. നമ്മുടെ അവിടെയാണ് ദെൻ എന്തായി നമ്മുടെ അറ്റ്മോസ്ഫിയർ ചേഞ്ച് ആയി, നമുക്ക് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആയി, നമ്മുടെ ഫാമിലി അറ്റ്മോസ്ഫിയറിൽ പോസിറ്റീവ്നെസ് വന്നു, നമ്മുടെ കരിയർ ബേസിൽ പോസിറ്റീവ്നെസ് വന്നു, നമ്മുടെ വർക്ക് അറ്റ്മോസ്ഫിയർ പോസിറ്റീവായി. അതല്ലേ സക്സസ്. ഇതെല്ലാം പോസിറ്റീവ് ആയതിനു ശേഷം പിന്നെ അവിടെ നമുക്ക് ഒരിക്കലും ലോസ് വരില്ല എന്നുള്ളതാണ്. അതാണ് ഏറ്റവും വലിയ സക്സസ്. അപ്പൊ നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് എന്തായി നമ്മുടെ എല്ലാ കാര്യങ്ങളും സക്സസിലോട്ട് കടന്നു എന്നുള്ളതാണ്. ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മുടെ സക്സസിലോട്ട് കടന്നു എന്നുള്ളതാണ്. അപ്പൊ ഇതിനൊക്കെ ആയിട്ട് എന്ത് വേണം? നമ്മുടെ ലിമിറ്റിംഗ് ബിലീഫ്സ് നമ്മൾ കളയണം. ഐ ഡോണ്ട് ഡിസേർവ് സക്സസ് എന്ന് പറയും ലിമിറ്റിംഗ് ബിലീഫ്സ് വന്നു കഴിഞ്ഞാൽ. അല്ലെങ്കിൽ ഐ ആം ടു ഓൾഡ് ഓർ യങ്, ഞാൻ വളരെ ചെറുപ്പമാണ്, എന്നെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റുമോ? അല്ലെങ്കിൽ എനിക്ക് പ്രായം കൂടിയല്ലോ, എന്നെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റുമോ? അങ്ങനെ ഈ രീതിയിലുള്ള ലിമിറ്റിംഗ് ബിലീഫ്സ്. ഞാൻ ഒരുപാട് വൈകിപ്പോയി, തുടങ്ങാൻ വേണ്ടി ഒരുപാട് വൈകിപ്പോയി. ഈ രീതിയിലുള്ള ലിമിറ്റിംഗ് ബിലീഫ്സ് വന്നു കഴിഞ്ഞാലും നമുക്കവിടെ ബ്ലോക്കായി. സോ ദെൻ എന്ത് വേണം? ആ ലിമിറ്റിംഗ് ബിലീഫ്സിനെ റീഫ്രെയിം ചെയ്ത് എംപവറിംഗ് ബിലീഫ്സിലോട്ട് മാറ്റണം. യെസ് ടൈം നോക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ എംപവറിംഗ് ബിലീഫ്സിലോട്ട് മാറ്റണം. ദെൻ അതേപോലെ തന്നെ അഫർമേഷൻ എക്സസൈസ് ചെയ്യാന്നുള്ളതാണ്. പോസിറ്റീവ് ആയിട്ടുള്ള അഫർമേഷൻ എക്സസൈസ് നമ്മൾ മെഡിറ്റേഷനിൽ ചെയ്തല്ലോ. മെഡിറ്റേഷൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അഫർമേഷൻസ് ചെയ്യാന്നുള്ളതാണ്. അതെപ്പോഴും മനസ്സിൽ ഈ അഫർമേഷൻ, ഞാൻ നേരത്തെ പറഞ്ഞ അതേ ഒരു കാര്യം വിഷ്വലൈസ് ചെയ്തുകൊണ്ടിരിക്കുക, അഫർമേഷൻസ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുണ്ടെങ്കിൽ മെല്ലെ 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 നമ്മുടെ ലൈഫ് സക്സസ്ഫുൾ ആയിട്ട് പോവും. അല്ലെങ്കിൽ സക്സസിലോട്ട് നമ്മൾ പോകുന്നത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ നമുക്ക് ബിഫോർ ആൻഡ് ആഫ്റ്റർ നോക്കാം. ബിഫോർ ആൻഡ് ആഫ്റ്റർ നോക്കുമ്പോൾ നമുക്ക് എന്തായി? നമുക്ക് ഇന്ന സോളിലൊരു ഹാപ്പിനെസ് കിട്ടി. നമ്മൾ അപ്പോൾ ഹാപ്പി ആയി. അതാണ് നമ്മുടെ സക്സസ്. ഏറ്റവും വലിയ സക്സസ് നമ്മൾ ഹാപ്പി ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ്. നമ്മൾ ഹാപ്പി ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ബാക്കിയെല്ലാം നമുക്ക് ഈസിയാണ് അല്ലേ? ബാക്കിയെല്ലാം നമുക്ക് എന്താണ്? ഈസിയാണ്.
അതുപോലെ തന്നെ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? പേഴ്സണൽ ആക്ഷൻ പ്ലാൻ ചെയ്യണം. നമുക്ക് അച്ചീവബിൾ ആയിട്ടുള്ള ഗോൾസ് ഒക്കെ എന്ത് ചെയ്യണം? നമ്മൾ പ്ലാൻ ചെയ്ത് വെക്കണം, അല്ലെ? സെറ്റ് ചെയ്യണം, ഗോൾ സെറ്റിംഗ് ചെയ്യണം. അച്ചീവബിൾ ആയിട്ടുള്ള ഗോൾസും കാര്യങ്ങളും നമ്മൾ പ്ലാൻ ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കണം. അതിനു വേണ്ടി വർക്ക് ചെയ്യണം. അപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ പാഷൻ എന്താന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി, ആ പാഷൻ ഒന്നില്ലെങ്കിൽ പാഷൻ പ്ലസ് വർക്ക് മുന്നോട്ട് കൊണ്ടുപോകുക, അല്ലെങ്കിൽ വർക്ക് കൊണ്ടുപോകുന്നത് നമ്മുടെ പാഷൻ ആയിരിക്കുക. നമുക്കത് ഇഷ്ടപ്പെട്ട് ചെയ്യാൻ പറ്റുക, നമുക്കത് ഇഷ്ടപ്പെട്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. ചില ഇപ്പൊ വീട്ടമ്മമാരായിട്ടുള്ള ആളുകൾക്കൊക്കെ ആണെങ്കിൽ, ഹോം മേക്കർ ആയിട്ടുള്ള ആളുകൾക്കാണെങ്കിൽ ഈ പറഞ്ഞ പോലെ പുറത്തുനിന്ന് വർക്ക് ചെയ്യാൻ അങ്ങനെയുള്ള സാഹചര്യങ്ങളൊന്നും ആയിരിക്കില്ല, വീട്ടിലായിരിക്കും ഉണ്ടാകുക. പക്ഷെ അവിടെ നമ്മളെ ഹാപ്പിനെസ് ഉണ്ടായിരിക്കും, നമുക്ക് നമ്മുടേതായ അറ്റ്മോസ്ഫിയർ ഉണ്ടായിരിക്കും, നമുക്ക് നമ്മുടേതായ ഹാപ്പിനെസ്സിൽ മുന്നോട്ട് പോകാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിരിക്കും. അത് നമ്മൾ കണ്ടെത്തുക, നമ്മൾ കണ്ടെത്തി നമ്മൾ ഹാപ്പി ആയി പോവുക. അതിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് നമ്മൾ ഒരു 15 മിനിറ്റ്സ് എങ്കിലും ഒരു ദിവസത്തിൽ, ചുരുങ്ങിയത് ഒരു 15 മിനിറ്റ്സ് എങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് മാറ്റിവെച്ച് ഇരിക്കണം എന്നുള്ളതാണ്. ഇവിടെ അങ്ങനെ ചെയ്യുന്ന ആരെങ്കിലും ഡെയിലി ഒരു 15 മിനിറ്റ്സ് അല്ലെങ്കിൽ 10 മിനിറ്റ്സ് ഉണ്ടോ? 10 or 15 മിനിറ്റ്സ് ഇതിനു വേണ്ടി മാറ്റി വെക്കുന്ന ആരെങ്കിലും ഉണ്ടോ? യെസ്, ഓക്കെ, യെസ്, ഓക്കെ, ഒരുപാട് പേരുണ്ട്. അതെ, യെസ്. അപ്പൊ കിട്ടുന്ന ഒരു ഹാപ്പിനെസ്, അല്ലെങ്കിൽ ആ ഒരു സമയം കഴിഞ്ഞതിന് ശേഷം, നമ്മുടെ ഈ മെഡിറ്റേഷൻ ഒന്നല്ല, മെഡിറ്റേഷൻ ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്, അതൊന്നും അല്ലാതെ നമുക്ക് വേണ്ടി മാത്രം ഇരിക്കുന്ന ഒരു സമയം എന്നുള്ളത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡ് ഒന്നും കൂടി ഫ്രീ ആയിരിക്കും, നമ്മൾ ഒന്നുകൂടി റിലാക്സ്ഡ് ആയിരിക്കും, അല്ലെ? ആ ഒരു റിലാക്സേഷൻ നമുക്ക് ഒരു ദിവസം കൊണ്ടല്ല, കുറച്ച് ദിവസങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് അല്ലെങ്കിൽ കുറച്ച് സമയങ്ങൾ ചെയ്ത് കഴിഞ്ഞാല് അത് നമ്മുടെ മെന്റൽ ഹെൽത്ത് ഇംപ്രൂവ് ആവാൻ ഹെൽപ്പ് ചെയ്യും. രാത്രി നമ്മുടെ 4 മെന്റൽ മണിക്ക് ഹെൽത്ത് എണീറ്റിട്ട് ഇംപ്രൂവ് രാത്രി 4 മണിക്ക് എണീറ്റുള്ള സമയം നമുക്ക് ഫ്രീ അല്ലേ? രാത്രി 4 മണിക്ക് എണീറ്റുള്ള സമയം നമുക്ക് ഫ്രീ. മാം ഞാൻ ഇപ്പൊ ഇരിക്കുന്നത് എനിക്ക് അത് വേണ്ടിയാണ്. എല്ലാ സമയത്തും എങ്ങനെയാ? ഞാൻ ഇപ്പൊ ഇരിക്കുന്നത് എനിക്ക് വേണ്ടി മാത്രമാണ്, എന്റെ സെൽഫ് അവയർനെസ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി. ഇതും നമ്മുടെ എന്താണ്, നമുക്ക് വേണ്ടി മാറ്റിവെക്കുന്ന സമയമാണ്. അതെ, ഇന്ന ഒരു സമയം, ഇതിന് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. ഇവിടെ നിയമങ്ങളില്ല, ഇന്ന സമയത്തേ ചെയ്യാൻ പറ്റുള്ളൂ എന്നില്ല. നമുക്ക് എപ്പോഴാണോ ആപ്റ്റ് ആയിട്ടുള്ള ഒരു സമയം നമ്മൾ തിരഞ്ഞെടുക്കുക. അവിടെ നമ്മളാണ് നമ്മുടെ ബോസ്, മറ്റുള്ള ഡിസ്ട്രാക്ഷൻസ് ഒന്നും ഇല്ലാതെ നമുക്ക് അങ്ങനെ ഇരിക്കാൻ പറ്റിയ ഒരു സമയം എപ്പോഴാണെന്ന് നമ്മൾ തിരഞ്ഞെടുക്കുക. അതിനുശേഷം നമ്മൾ അതിനു വേണ്ടി സമയം ചെലവഴിക്കുക. അപ്പൊ നമുക്ക് കിട്ടുന്ന ഹാപ്പിനെസ്, അത് കഴിഞ്ഞതിന് ശേഷം കിട്ടുന്ന റിലാക്സേഷൻ, ഇതെല്ലാം എന്തായി? അപ്പൊ നമ്മൾ ഇതിങ്ങനെ കേൾക്കുമ്പോ, അന്ന് മാം ഇങ്ങനെ പറഞ്ഞു, കുറച്ച് സമയം എനിക്ക് വേണ്ടി മാറ്റി വെക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്, ഞാനൊരു 10 മിനിറ്റ്സ് ഇന്ന് മാറ്റി വെക്കാൻ. ഇന്ന് ചെയ്തു, നാളെ ചെയ്തു, മറ്റന്നാൾ ചെയ്തു, 3 ദിവസം അടുപ്പിച്ച് ചെയ്തു, 4ാമത്തെ ദിവസം അവിടെ ഇട്ടു. കാര്യമുണ്ടോ? ഇല്ല. നമ്മൾ വിഷ്വലൈസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, വിഷ്വലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സക്സസിലോട്ട് നമ്മൾ എത്തി. ദെൻ ഇന്ന് ചെയ്തു, നാളെ ചെയ്തു, മറ്റന്നാൾ ചെയ്തു, ഒരു ദിവസം കൂടിയും ചെയ്തു, പിന്നെന്തായി? അവിടെ ഇട്ടു. ചിലപ്പോ ഇന്ന് ചെയ്യും, നാളെ ചെയ്യില്ല, മറ്റന്നാൾ ചെയ്യും, അതിന്റെ പിറ്റേ ദിവസം ചെയ്യില്ല, ആൾട്ടർനേറ്റീവ് ആയിട്ടായിരിക്കും പോവുക. കാര്യമുണ്ടോ? ഇല്ല. ഇതിൽ കാര്യം വരണമെന്നുണ്ടെങ്കിൽ ചുരുങ്ങിയത് 2 മാസമെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഒരു കാര്യം ചെയ്താൽ മാത്രമേ ഉള്ളൂ നമുക്കത് ഹാബിറ്റ് ആയിട്ട് മാറുള്ളൂ. ഏറ്റവും ചുരുങ്ങിയത് നമ്മൾ 2 മാസമെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ചെയ്താൽ മാത്രമേ നമുക്ക് ഹാബിറ്റ് ആയിട്ട് മാറുള്ളൂ. മാം 21 ദിവസം ചെയ്താൽ ഹാബിറ്റ് മാറുന്നു, ഹാബിറ്റ് ആവും പറയുന്നില്ല. ഒരു കാര്യം 21 ദിവസം കണ്ടിന്യൂ ചെയ്താൽ, 21 ഡേയ്സ് കണ്ടിന്യൂ ചെയ്താൽ ഒരു ഹാബിറ്റ് ആവും. ഹാബിറ്റ് ആയിട്ട് മാറാം, ഹാബിറ്റിലോട്ട് നമ്മൾ കടക്കും. പക്ഷെ അതിന്റെ കംപ്ലീറ്റ് വേർഷൻ എന്ന് പറയുന്നത് 2 മാസമാണ്. ഓക്കെ മാം. 2 മാസമാണ് ഏറ്റവും കൂടുതൽ അതിന്റെ ആ ഒരു അതായത് നമ്മൾ ഹാബിറ്റ് ആയിട്ട് മാറി, നമ്മളിൽ അത് ചേഞ്ചസ് കാണാൻ തുടങ്ങണം. അത് കാരണം നമുക്ക് ചേഞ്ചസ് കാണാൻ തുടങ്ങണം.
ആ ചേഞ്ചസ് കാണാൻ തുടങ്ങുക ഈ ഒരു സമയത്തിന് ശേഷം കാണാൻ തുടങ്ങുള്ളൂ. 1 second, മാം. ഓക്കെ, രാവിലെ പറഞ്ഞോളൂ. രാവിലെ നേരത്തെ എണീച്ച് ചെയ്യുന്നതാണ് ബെറ്റർ, അല്ലെ നമുക്ക് സമയം കിട്ടുമ്പോൾ ചെയ്യുന്നതാണ് ബെറ്റർ? നമ്മുടെ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള സമയം എന്താണോ അതാണ് നമ്മുടെ ബെറ്റർ. ഓക്കെ. അല്ല, പകല് നമുക്ക് ഓരോ നമ്മൾ ചെയ്യുമ്പോ നമ്മുടെ അടുത്ത് നമ്മുടെ മക്കള്, നമ്മുടെ മക്കളുടെ കുട്ടികള് അവരൊക്കെ വന്ന് സൗണ്ട് വെക്കും. അപ്പൊ മൈൻഡ് തന്നെ മാറിപ്പോവുക, അങ്ങനത്തെ പ്രശ്നമൊക്കെ വരുമല്ലോ. അപ്പൊ രാവിലെ നേരത്തെ എണീച്ച് ചെയ്യുമ്പോ നമുക്ക് അങ്ങനത്തെ പ്രശ്നം വരുന്നില്ല. ഇല്ല, അതാ ഞാൻ പറഞ്ഞത്. നമുക്ക് എല്ലാവരുടെ സിറ്റുവേഷൻസും ഒരുപോലെ ആയിരിക്കില്ല, നമ്മുടെ എല്ലാവരുടെ സാഹചര്യങ്ങളും ഒരുപോലെ ആയിരിക്കില്ല. അപ്പൊ നമുക്ക് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഒരു സമയം എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ തീരുമാനിക്കണം നമ്മുടെ ആപ്റ്റ് ആയിട്ടുള്ള സമയം. ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഈ ഡിസ്ട്രാക്ഷൻസ് ഒന്നും ഇല്ലാത്ത സമയം ഏതാണെന്നുള്ളത്, എന്റെ സമയം ഏതാണെന്നുള്ളത് എനിക്കേ അറിയുള്ളൂ. എല്ലാവരുടെ സാഹചര്യങ്ങളും അങ്ങനെ തന്നെയാണ്. ഓരോരുത്തരുടെ സമയം ഏതാണെന്നുള്ളത് അവർക്കേ അറിയുള്ളൂ. ആ ഒരു സമയം തിരഞ്ഞെടുത്തിട്ട് നമ്മൾ അതിലോട്ട് കടക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഇനി എന്തെങ്കിലും? ഞാനിപ്പോ പിന്നെ ഈ മെഡിറ്റേഷനിലോട്ട് വന്നിട്ട് 6 ദിവസം ആവുന്നുള്ളൂ. അപ്പൊ ഈ 6 ദിവസം കൊണ്ട് എനിക്ക് ഒരു പിന്നെ 5% മാറ്റം കിട്ടിയിട്ടുണ്ട്. അപ്പോ മാഡം പറഞ്ഞ പോലെ 2 മാസമൊക്കെ നമ്മൾ കണ്ടിന്യൂ ആയിട്ട് ചെയ്യുമ്പോഴാണ് നല്ല മാറ്റം കിട്ടുക എന്നുള്ളതും മനസ്സിലായി. കാരണം എന്താന്ന് വെച്ചാൽ നമുക്ക് അത്രത്തോളം പ്രശ്നങ്ങൾ ഉണ്ടാവും. ആ പ്രശ്നങ്ങളൊക്കെ മാറി നമ്മൾ നല്ല നോർമൽ ആവാൻ 2 മാസം ആവും. അത് നോർമൽ കാര്യമാണ്. മാഡം പറയുന്നതിൽ കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പൊ അത് നല്ല ശ്രദ്ധിച്ച് ഞാൻ ഇരിക്കുകയാണ്. അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് നീങ്ങിയാല് ഒരുപക്ഷെ നമ്മൾ രക്ഷപ്പെടും എന്നതാണ് ഇതില്. ശരിയാണ്. അതിൽ ഈ പറഞ്ഞ പോലെ ഓക്കെ പറഞ്ഞോളൂ. എനിക്ക് 100% ഉറപ്പാണ്. ഞാൻ സാറിന്റെ ക്ലാസ്സിൽ കയറിയ പിന്നെ എനിക്ക് നല്ല മാറ്റമുണ്ട്. മനസ്സിലായാലും ജീവിതത്തിലായാലും മാറ്റം വരുന്നുണ്ട്. എനിക്ക് നല്ല മനസ്സിലാവുന്നുണ്ട്. അപ്പൊ ഇത് കണ്ടിന്യൂ ആയിട്ട് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കട്ടെ എന്നുള്ളതാണ്. അതെ, ലൈഫ് ലോങ് മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ ഒരു പോസിറ്റീവ് അറ്റ്മോസ്ഫിയറിൽ തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്നുള്ളതാണ്. പിന്നെ വേറൊരു കാര്യം, ഈ പറഞ്ഞു പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞു. പ്രശ്നങ്ങളില്ലാത്ത ഒരു മനുഷ്യനുമില്ല. പ്രശ്നങ്ങളില്ലാത്ത ഒരു മനുഷ്യനുമില്ല. അപ്പൊ നമ്മൾ നോക്കി കാണുന്ന ആളുകള് ഓക്കെ, ടൈം ഏകദേശം ആയി തുടങ്ങിയിട്ടുണ്ട്. അവസാനമായിട്ട് ഒരു കാര്യം കൂടിയേ പറയുന്നുള്ളൂ. നമ്മൾ നോക്കി കാണുന്ന ആളുകൾ ഭയങ്കര ഹാപ്പി ആയിട്ട് നമ്മൾ തോന്നുന്നുണ്ടെങ്കിൽ അവർക്കും പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. പ്രശ്നങ്ങളില്ലാത്ത ഒരു മനുഷ്യരും. ആ പ്രശ്നത്തിനെ നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു, അതിനേക്കാൾ അപ്പുറം നമ്മളെ ഹാപ്പിനെസ് കണ്ടെത്തുന്നു. നമ്മുടെ ഹാപ്പിനെസ്സിലൂടെ ഈ പ്രശ്നങ്ങളുടെ ഇടയിലും നമ്മൾ നമ്മുടെ ടൈം കണ്ടെത്തി നമ്മുടെ ഹാപ്പിനെസ്സിലൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് വിജയിക്കാൻ സാധിക്കും. നമുക്ക് സ്ട്രെസ്സിൽ നിന്നെല്ലാം റിലീസായി വരാൻ സാധിക്കും. ആദ്യം മനസ്സിലാക്കേണ്ടത് പ്രശ്നങ്ങളില്ലാണ്ട് കംപ്ലീറ്റ്ലി ഹാപ്പി ആയിട്ടുള്ള ഒരു ജീവിതം ഒരാൾക്കും സാധ്യമല്ല. മനുഷ്യ സഹജമായിട്ട് ഒരാൾക്കും സാധ്യമല്ല. എല്ലാ ആളുകൾക്കും അവരുടേതായ സ്ട്രെസ്സും പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടായിരിക്കും. എത്ര സക്സസ്ഫുൾ ആണെന്ന് പറഞ്ഞാലും അവിടെ വേറെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് അവർക്ക് ഉണ്ടായിരിക്കും. അത് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ മനസ്സിലാക്കിയിട്ട് ശേഷം അതിനെ നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതിലാണ് നമ്മുടെ മിടുക്ക്. ആ കൈകാര്യം ചെയ്യണമെങ്കിൽ നമ്മളെ മനസ്സിലാക്കണം. സെൽഫ് അവെയർഡ് ആയിരിക്കണം. സെൽഫ് അവെയർ ആയി കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി ബാക്ക് ടു നോർമൽ. പിന്നെ നമ്മൾ ചെയ്യുന്നത് പ്രശ്നങ്ങളാണ് ഇതിലെത്തിച്ചത്. എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. കാരണം നമ്മൾ അതിനുള്ള മാർഗം ഇതിലോട്ട് നിങ്ങൾ എത്തി. ബിക്കോസ് നിങ്ങൾ അതിൽ നിന്ന് റിക്കവർ ആവാനുള്ള മാർഗങ്ങൾ നോക്കി. യു ആർ ദ വേ ഓഫ് സക്സസ്. നിങ്ങൾ സക്സസിലോട്ടുള്ള വഴിയിലാണ്. അപ്പോ നിങ്ങൾ ജയിച്ചു കഴിഞ്ഞു. ട്രാക്ക് കയറി. ട്രാക്ക് കയറി കഴിഞ്ഞാൽ നിങ്ങൾ ജയിച്ചു കഴിഞ്ഞു. ലൈഫ് ലോങ് ഇതിങ്ങനെ എന്നുള്ളതാണ്. ദെൻ ടൈം ആയിട്ടുണ്ട്, ടൈം അപ്പ് ആയിട്ടുണ്ട്. നമുക്ക് നല്ലൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. Okay, ma'am. Thank you. Really thank you. Thank you, ma'am. Thank you.
you, ma'am.